നമസ്കാരം. മാർക്കും ഷെൻക്യൂനെയും ഊവയും ഷെൻക്യൂനയ്ക്കൊപ്പമുള്ള ആ ചെറുപ്പക്കാരനും മറ്റൊരു ചെറുപ്പക്കാരനും ഈ 5 പേരാണ് ഒരു ടീമായിട്ട് ആ ചാനലിലൂടെ താഴോട്ടിറങ്ങിയിരിക്കുന്നത്. ശരിക്കും ആ 9 ട്യൂൺ സിറ്റി എന്നറിയപ്പെടുന്ന സിറ്റിക്ക് ഉള്ളിൽ നിന്ന് തുടങ്ങുന്ന ആ ചാനല് സീഫറുടെ താവളത്തിന് സമീപം വരെ എത്തും. ആ ചാനല് മറ്റാരുടെയും ശ്രദ്ധപ്പെടാതിരിക്കാൻ വേണ്ടി അതേ ശൈലിയിൽ സമാന സ്വഭാവത്തിൽ വേറെയും ടണലുകളുണ്ട്. ഇഷ്ടമുള്ള ടണല് സ്കൗട്ടിന് പോകുന്ന ആളുകൾക്ക് തിരഞ്ഞെടുക്കാം. അതുകൊണ്ടാണ് മാർക്ക് ഫെല്ലറും ടീമും ഈ ടണല് തിരഞ്ഞെടുത്ത് അതുവഴി മുന്നോട്ട് നീങ്ങി തുടങ്ങിയത്. ടണലിലൂടെ അവർ മുന്നോട്ട് നീങ്ങുമ്പോൾ അവരുടെ ദേഹത്ത് ആ പ്രത്യേക വസ്ത്രം അവരെ മറ്റുള്ള ആളുകളുടെ ദൃഷ്ടിയിൽ നിന്ന് മറയ്ക്കുന്നുണ്ട്. ടണലിന് പുറത്ത് അവരെത്തുമ്പോൾ സീഫറുടെ ആളുകൾ സ്വാഭാവികമായിട്ടും ആ ഭാഗം നിരീക്ഷിക്കാൻ സാധ്യതയുണ്ട്. അവർക്ക് നിരീക്ഷിക്കാൻ കഴിയുക ഇവരുടെ ഇന്റേണൽ എനർജിയോ അല്ലെങ്കിൽ ഇവരുടെ ഓറോയൊക്കെയാണ്. അത് പൂർണ്ണമായിട്ടും ആ വസ്ത്രം തടുക്കുകയാണ്. അതിന്റെ ഒരു ആത്മവിശ്വാസമാണ് മാർക്കിനും കൂട്ടർക്കൊപ്പം ഉള്ളത്. ആ ഇരുട്ട് നിറഞ്ഞ ടണലിലൂടെ നടക്കുന്ന അവരുടെ കയ്യിൽ അത്യാവശ്യം പ്രകാശം ലഭിക്കുന്ന വിളക്കുകളുണ്ട്. ആ വിളക്കുകളുടെ സഹായത്താൽ മുന്നോട്ട് നടക്കുന്ന അവരോടായി മാർക്ക് പറഞ്ഞു, നമ്മൾ ഒരു ശ്രദ്ധ എപ്പോഴും നിലനിർത്തണം. എപ്പോൾ വേണമെങ്കിലും ഒരു അറ്റാക്ക് ഉണ്ടാകാം. ഈ ടണലിന്റെ മുഖം എത്താറാകുമ്പോൾ നമുക്ക് വിളക്കണക്കുകയും വേണം. ലേശം വളഞ്ഞു പൊളഞ്ഞു പോകുന്ന ഒരു ടണലാണ് മാർക്കും കൂട്ടരും തിരഞ്ഞെടുത്തിരിക്കുന്നത്. അങ്ങനെ വളഞ്ഞു പൊളഞ്ഞു പോകുന്ന ടണലാണെന്ന് അതിനകത്തേക്ക് ഇറങ്ങിയതിന് ശേഷമാണ് അവർ അറിയുന്നത് തന്നെ. അവർ ആ ടണലിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ബാക്കിയുള്ള 5 ആളുകൾ മറ്റ് ടണലുകൾ തിരഞ്ഞെടുക്കുകയാണ്. മാർക്ക് ഫെല്ലറും ടീമും പോയ ടണല് തിരഞ്ഞെടുക്കാൻ അവർക്കൊരു മടിയുണ്ട്. ആ ചെസ് ബോർഡ് വെച്ച് കളിക്കുന്ന ആ ചെറുപ്പക്കാരൻ അയാളുടെ ചെസ് ബോർഡ് ഒന്ന് ഗണിച്ചതിന് ശേഷം ഉറക്കവേ അവിടെ ബാക്കി നിൽക്കുന്ന ആളുകളോട് പറഞ്ഞു, 1ാമത്തെ ടണലായിരിക്കും. അത് കേട്ടതും ആ ചെറുപ്പക്കാരന്റെ കൂടെ ഉണ്ടായിരുന്ന 4 ആളുകൾ ഓടി ആ 1ാമത്തെ ടണലിനകത്തേക്ക് കയറി. ആ ടണലിനകത്ത് അവർ കയറി മൂവ് ചെയ്ത് തുടങ്ങുമ്പോൾ ഈ ചെസ് ബോർഡ് കളിക്കാരൻ ആ ചെസ് ബോർഡുമായി നിശ്ചലനായി നിൽക്കുകയാണ്. അയാള് പെട്ടെന്ന് എന്തോ ആലോചിച്ചതിന് ശേഷം ആ 1ാമത്തെ ടണലിന്റെ അടുത്തേക്ക് ഓടിയിട്ട് തിരിച്ച് മാർക്ക് ഫെല്ലറും ടീമും ഇറങ്ങിയ ആ 3ാമത്തെ ടണലിന്റെ അടുത്തേക്ക് എത്തി. അയാൾ ആ ടണൽ വഴി താഴോട്ട് ഇറങ്ങി തുടങ്ങി. ഈ കാഴ്ച അവിടെ നിൽക്കുന്ന സെക്യൂരിറ്റി ചുമതലയുള്ള സോൾജേഴ്സ് കാണുന്നുണ്ട്. അവരിതുപോലെ ഒത്തിരിയേറെ സ്കൗട്ടുകളെ ആ സീഫറുടെ ഏരിയ നിരീക്ഷിക്കാനായി ഇതിനു മുമ്പേ വിട്ടിട്ടുണ്ട്. അവരാരും തന്നെ ജീവനോടെ തിരികെ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ 10 പേർ ഒരു ടണലിൽ 4ഉം മറു ടണലിൽ 6ഉമായി കയറി പോകുമ്പോൾ ഒരു പുഞ്ചിരി ആ പട്ടാളക്കാരുടെ കണ്ണുകളിൽ നമുക്ക് വായിച്ചെടുക്കാം. അതേസമയത്ത് ഒരു വിഷമവും അവർക്കുണ്ട്. ഈ 10 ആളുകളും ശരിക്കും ഔട്ട്സൈഡേഴ്സാണ്. ആ പട്ടണവുമായി ഒരു ബന്ധവുമില്ലാത്ത 10 ആളുകളാണ് സ്കൗട്ടിങ്ങിന് വന്നിരിക്കുന്നത്. ആ സെയിന്റ് കിങ്ഡത്തിൽ ജനിച്ചു വളർന്ന ഒരുപാട് ആളുകളുണ്ട്. അവരുടേതാണ് യഥാർത്ഥത്തിൽ ആ പട്ടണം എന്ന് പറയുന്നത്. ആ പട്ടണത്തിൽ എന്ന് മുതലാണോ ഈ അപരിചിതർ എത്തിത്തുടങ്ങിയത്, ആ നിമിഷം മുതലാണ് ഈ മോൺസ്റ്റേഴ്സിന്റെയും ഡീമനുകളുടെയും അറ്റാക്ക് ഇത്രയും ശക്തമായത്. നേരത്തെ ആ സെയിന്റ് കിങ്ഡത്തെ നിയന്ത്രിച്ചിരുന്നത് ചെങ് ഷുവാങ് ആണ്. ചെങ് ഷുവാങ്ങിന്റെ നിയന്ത്രണത്തിൽ ആ കിങ്ഡം നിലനിൽക്കുന്ന സമയത്ത് ആരെങ്കിലും എന്തെങ്കിലും എതിർപ്പ് കാണിച്ചാൽ ആ നിമിഷത്തിൽ അയാൾ കൊല്ലപ്പെടുമായിരുന്നു. ചെങ് ഷുവാങ് മനസ്സിൽ വിചാരിച്ചാൽ മതി, ആ നിമിഷം അവിടെ അറ്റാക്ക് നടക്കും. സെയിന്റിന്റെ കപ്പാസിറ്റി അതാണ്. മനസ്സുകൊണ്ട് തന്നെ യുദ്ധം നിയന്ത്രിക്കാനും ആരംഭിക്കാനും അവസാനിപ്പിക്കാനും ഒക്കെ പറ്റും. ഒരു വിരൽ പോലും അനക്കാതെ ആ മേഖലകളിലെ ഊർജത്തെ തന്റെ ഇഷ്ടാനുസരണം ആയുധങ്ങളാക്കി കൺവേർട്ട് ചെയ്യാൻ സെയിന്റുകൾക്ക് നിഷ്പ്രയാസം പറ്റും. ആ ചെങ് ഷുവാങ് ഇപ്പോ ഇല്ല. ചെങ് ഷുവാങ് പെട്ടെന്ന് അപ്രത്യക്ഷമായപ്പോ അല്ലെങ്കിൽ ശൂന്യതയിൽ ലയിച്ചു ചേർന്നപ്പോ ഒരു ഗ്യാപ്പ് ഉണ്ടായിരിക്കുകയാണ്. ആ ഗ്യാപ്പാണ് ഈ മോൺസ്റ്റേഴ്സിനെയും ഡീമൺസിനെയും അവിടെ എത്തിച്ചത്. ആ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ ലേശം മടിയുള്ള ആളുകളാണ് ആ സിറ്റി ഉൾക്കൊള്ളുന്ന ആ പട്ടാളക്കാർ. അവര് ഉറപ്പിച്ചു പറയുക, ഈ ഔട്ട്സൈഡേഴ്സ് വന്നത് മുതലാണ് മോൺസ്റ്റേഴ്സും ഡീമൺസും എത്തിയതെന്നാണ്. മാർക്ക് ഉൾപ്പെടെയുള്ള ആളുകളെയാണ് ഈ ഔട്ട്സൈഡേഴ്സ് എന്ന് പറയുന്നത്. ചെങ് ഷുവാങ് തന്റെ ബോഡി ആ ആകാശത്തിളങ്ങി ലയിപ്പിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ സോള് 10,000-കണക്കിന് ചെറു കഷ്ണങ്ങളായി ചിതറിയിരുന്നു. അദ്ദേഹത്തിന്റെ ബോഡിയിൽ നിന്ന് ഒരു സോൾ ഫ്ലെയിം ഉണ്ടാവുകയും ചെയ്തു. ഒന്നല്ല, 10,000-ഓളം ഫ്ലെയിം. ആ ഫ്ലെയിം ആരുടെയൊക്കെ പുറത്ത് സ്പർശിച്ചിട്ടുണ്ടോ അവരൊക്കെയാണ് യഥാർത്ഥത്തിൽ ഇപ്പോ ആ സെയിന്റ് കിങ്ഡത്തിലേക്ക് എത്തിയിരിക്കുന്ന ഔട്ട്സൈഡേഴ്സ് എന്ന് പറയുന്നത്. ആ ഔട്ട്സൈഡേഴ്സിൽ ഒരുപാട് ആളുകൾ മറ്റ് സെയിന്റുകൾ സ്പോൺസർ ചെയ്യുന്ന ആളുകളാണ്. ആ സെയിന്റ് ഫ്ലെയിമുകൾ ആ മിസ്റ്റീരിയസ് ഹെവൻലി സോൾ സെക്ഷന് മുന്നിൽ ഉണ്ടായപ്പോൾ അത് പിടിച്ചെടുത്ത മോൺസ്റ്റർ സെയിന്റുകളും ഡീമൺ സെയിന്റും ഹ്യൂമൻ സെയിന്റുകളൊക്കെ ഉണ്ട്. അവരുടെ ആളുകളെ ആ സെയിന്റ് ഫ്ലെയിം ഉപയോഗിച്ച് ഈ കിങ്ഡത്തിൽ എത്തിച്ചിരിക്കുകയാണ്.
അതാണ് ഇപ്പൊ നടക്കുന്ന ഈ പ്രശ്നങ്ങളുടെയൊക്കെ ബേസ് എന്ന് പറയുന്നത്. ആ പട്ടാളക്കാർ ആ വിഷയത്തെക്കുറിച്ച് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാർക്കും ടീമും മുന്നോട്ട് സാവധാനം നടക്കുകയാണ്. കുറച്ചു ദൂരം നടന്നപ്പോൾ മാർക്ക് അങ്ങ് നിന്നു. മാർക്ക് നിന്നതും ഷിൻ ക്യൂനെ ഉൾപ്പെടെ ബാക്കിയുള്ള ആളുകൾ നിന്നു. എന്താ മാർക്ക്? ഒരാള് വരുന്നുണ്ട്. പുറകിൽ നിന്ന് ഒരാള് നടന്നു വരുന്ന ശബ്ദം കേട്ടതുകൊണ്ടാണ് മാർക്ക് നിന്നത്. മാർക്കിന് ഇപ്പോ ചെറിയ ശബ്ദങ്ങൾ ഒത്തിരി ദൂരത്തു നിന്ന് പോലും പിടിച്ചെടുക്കാൻ പറ്റും. ഈ സെയിന്റ് കിങ്ഡത്തിലേക്ക് മാർക്ക് എത്തിയപ്പോൾ ആ ഒരു ശേഷി മാർക്കിന് ഏതാണ്ട് നഷ്ടമായതാണ്. പക്ഷെ ഇപ്പോ കഴിഞ്ഞ കുറെ ഏറ്റുമുട്ടലുകൾ വഴി മാർക്കിന്റെ ബോഡിയിൽ ഉണ്ടായ ആ വളർച്ച, സെയിന്റ് എനർജി സ്വീകരിക്കാനുള്ള കപ്പാസിറ്റി, അതിനെ വിവിധ മേഖലകളിലേക്ക് തിരിക്കാനുള്ള കപ്പാസിറ്റി വർദ്ധിച്ചപ്പോൾ മാർക്കിന്റെ ആ കേൾവി ശക്തിയും കാഴ്ചശക്തിയും ഒക്കെ അതിനനുസരിച്ച് വർദ്ധിച്ചിരിക്കുകയാണ്. മാർക്ക് വെയിറ്റ് ചെയ്യുന്ന സ്ഥലത്തേക്ക് നടന്നെത്തിയത് ആ ചെസ് ബോർഡ് കളിക്കാരനാണ്. ആ ചെസ് ബോർഡ് കളിക്കാരൻ അവിടേക്ക് എത്തുമ്പോൾ അവന്റെ കയ്യിൽ ഒരു മെഴുകുതിരിയുണ്ട്. ആ മെഴുകുതിരി പ്രകാശത്തിൽ അവൻ അവിടേക്ക് വരുമ്പോൾ മാർക്കും കൂടുതലുള്ള ആളുകളും അവരുടെ കൈവശമുള്ള വിളക്ക് അണച്ച് പിടിച്ചിരിക്കുകയായിരുന്നു. മെഴുകുതിരി പ്രകാശത്തിൽ ലീ യുവാനെ വ്യക്തമായി ബാക്കി 5 പേർക്കും കാണാം. ലീ യുവാൻ മാർക്കിന്റെ അടുത്തെത്താറായതും മാർക്ക് അയാളോട് ചോദിച്ചു, ഏയ് യുവാൻ, നിങ്ങൾ എന്തിനാ ഞങ്ങളെ ഫോളോ ചെയ്യുന്നത്? നിങ്ങൾക്ക് ശരിയായ വേറെ വഴി തിരഞ്ഞെടുക്കാൻ പറ്റുമായിരുന്നല്ലോ. ഏയ് മാർക്ക്, ഞാന് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്റെ ഈ ചെസ് ബോർഡിന്റെ സഹായത്താലാണ്. ചെസ് ബോർഡിന്റെ സഹായത്താലോ? അതെ മാർക്ക്, ഞാന് ഈ ചെസ് ബോർഡിൽ കരിക്കൾ നിരത്തി എന്താണ് റിസൾട്ട് എന്ന് നോക്കും. അങ്ങനെ നോക്കിയപ്പോ നിങ്ങൾക്കൊപ്പം നിൽക്കുന്നതാണ് നല്ലതെന്നുള്ള ഉത്തരമാണ് എനിക്ക് കിട്ടിയത്. അയാൾ പറയുന്നത് എത്രത്തോളം വാസ്തവമാണെന്നുള്ള കാര്യം മാർക്കിനെ കൂട്ടർക്കും സംശയം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ ആ ഇരുട്ടത്ത്, ആ ചണലിനുള്ളിൽ അവൻ അങ്ങനെ പറഞ്ഞപ്പോ ഷെൻക്യൂനിയാണ് ആ യുവാനോട് ചോദിച്ചത്, ഏയ് ലീ യുവാൻ, നീ മെഴുകുതിരി ഇങ്ങനെ കൊളുത്തി പിടിച്ചിരുന്നാൽ അത് സ്വാഭാവികമായിട്ടും പ്രശ്നമാവില്ലേ? ഏയ് ക്യൂന, ഇത് അങ്ങനെയുള്ള ഒരു സാധനമല്ല. ഇതൊരു അമൂല്യമായ മെഴുകുതിരിയാണ്. ഈ മെഴുകുതിരി നമുക്ക് പ്രകാശം മാത്രമല്ല നൽകുക, ഒരു സംരക്ഷണം കൂടിയാണ്. നമ്മളെ എൻക്വയറി നടത്തുന്ന ആളുകളുടെ ഊർജത്തെ നമുക്ക് വേണ്ടി ഈ മെഴുകുതിരി പ്രകാശം തടുക്കും. വളരെ രസകരമായ ഒരു ഇൻഫർമേഷൻ ആണ് ലീ യുവാൻ ക്യൂനോട് പറഞ്ഞത്. ആ മെഴുകുതിരിക്ക് ഒരു നിശ്ചിത അകലം വരെ പ്രകാശം കൊടുക്കാൻ പറ്റുന്നുണ്ട്. ആ പ്രകാശം എത്തുന്ന മേഖലയ്ക്കുള്ളിലേക്ക് വേറെ ഒരു തരത്തിലുമുള്ള എൻട്രികളും അനുവദിക്കില്ലെന്നാണ് ലീ യുവാൻ പറയുന്നത്. ലീ യുവാൻ പറയുന്നതിനകത്ത് എത്രത്തോളം വാസ്തവമുണ്ടെന്നുള്ള കാര്യത്തിൽ മാർക്ക് ഉൾപ്പെടെ എല്ലാവർക്കും സംശയമുണ്ടെങ്കിലും കൂടുതൽ തർക്കിക്കാൻ നിൽക്കാതെ അവര് വീണ്ടും മുന്നോട്ട് നടന്നു തുടങ്ങി. ഇപ്പോ മുന്നിൽ നിന്ന് നയിക്കുന്നത് ലീ യുവാനാണ്. അവന്റെ കയ്യിലെ ആ പ്രകാശം ഗുണമാണോ ദോഷമാണോ തങ്ങൾക്ക് ഉണ്ടാക്കുക എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും മാർക്കിനൊപ്പമുള്ള ആളുകൾക്ക് സംശയമുണ്ട്. പ്രകാശം ഒരുപാട് ശത്രുക്കളെ അവരിലേക്ക് ആകർഷിക്കുമെന്നുള്ള ഒരു ഭീതി അവർക്കുണ്ടെങ്കിലും യുവാൻ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം വാസ്തവമാണോ എന്ന സംശയവും ആർക്കുണ്ട്. ആ പ്രകാശം ബാക്കിയുള്ള എല്ലാ എൻക്വയറിയും തടുക്കുമെന്നാണ് യുവാൻ പറഞ്ഞിരിക്കുന്നത്. ആളുകൾ ആരെങ്കിലും ആ ടണലിലേക്ക് നോക്കിയാൽ ആ പ്രകാശം കാണാൻ പറ്റില്ല എന്നാണ് അയാൾ പറയുന്നതിന്റെ അർത്ഥം. കാണാൻ പറ്റില്ലെന്ന് മാത്രമല്ല, ആ പ്രകാശം ശരിക്കും ഒരു എനർജി ബാരിയറായി അനുഭവപ്പെടുകയും ചെയ്യും. ഒരു മതില് പോലെ ആയിരിക്കും പുറത്തുള്ള ആളുകൾക്ക് ആ പ്രകാശത്തെ വീക്ഷിക്കാൻ പറ്റുക. എന്ന് പറഞ്ഞാൽ ആ പ്രകാശത്തിനകത്ത് നിൽക്കുന്ന അവരൊക്കെയും മതിലിനുള്ളിലുള്ള ആളുകളായിട്ട് മറ്റുള്ളവർക്ക് തോന്നും. അവരെ കാണാൻ പറ്റില്ല. അയാൾ പറയുന്നത് വാസ്തവമാണെന്ന് അറിയണമെങ്കിൽ ആരെങ്കിലും അവർ കണ്ടുകിട്ടണം. ആ സമയത്ത് മാത്രമേ ലീ യുവാന്റെ ആ വാചകങ്ങൾക്ക് എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ എന്ന് അറിയാൻ പറ്റും. അങ്ങനെ ഒരു തോന്നലോട് കൂടി അവർ അതിവേഗം നടക്കുകയാണ്. ആ രാത്രിയിൽ തന്നെ അവർ ആ സ്കൗട്ട് ആക്ടിവിറ്റി പൂർത്തീകരിക്കണം. നേരം പുലർന്നു പോയാൽ പിന്നെ അവർക്ക് രക്ഷയില്ല. ലീ യുവാന്റെ പിന്നിലായി മാർക്ക് ഉൾപ്പെടെയുള്ള ആ ടീം ആ ഗുഹാമുഖത്തേക്ക് നീങ്ങുന്ന ഈ സമയത്ത് സിറ്റി ഗേറ്റ് തുറന്ന് ഒരു വൻ സേന ആ വനത്തിനെതിരെ കുതിച്ചു കഴിഞ്ഞു. ശരിക്കും ഈ സ്കൗട്ടിന് പോകുന്ന ആളുകളെ രക്ഷിക്കാൻ വേണ്ടി കൂടിയാണ് ആ സിറ്റിയുടെ ജനറൽ ആ സേനയെ രംഗത്തിറക്കിയിരിക്കുന്നത്. അശ്വരൂഢരായ ഒരു പടയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ യുദ്ധത്തിൽ ഇറങ്ങിയിരിക്കുന്നത്. കുതിരക്കുളമ്പടികളുടെ ശബ്ദം ആ ഇരുട്ടത്ത് രാത്രിയിൽ കോട്ടയിൽ നിന്ന് വനത്തിലേക്ക് പോകുന്ന ആ പാതയിൽ നെടുവെച്ച് കേൾക്കുമ്പോൾ അനവധി കുതിരകളുടെ അകമ്പടിയോടുകൂടി ഒരു വൻ ടീം സീഫറുള്ള ആ വനത്തിനകത്തേക്ക് ഇരച്ചു കയറുകയാണ്. മുകളിലൂടെ പോകുന്ന ആ കുതിരകളുടെ കുളമ്പടി ശബ്ദം താഴെ കേൾക്കുന്നില്ല. മാർക്കറ്റ് ടീം ഒത്തിരി താഴെ കൂടിയാണ് നടക്കുന്നത്. മാർക്കൻ ടീമും നടന്ന് ആ ഗുഹാമുഖത്ത് എത്താറായതും മാർക്ക് മുന്നിൽ നടക്കുന്ന ലീ യുവാനോട് പറഞ്ഞു, യുവാൻ, കാര്യങ്ങൾ ശരിയാണ്, പക്ഷേ നീ ഇനി ആ മെഴുകുതിരി ഉപയോഗിക്കേണ്ടതാണ് എൻ്റെ അഭിപ്രായം. ഈ മാർക്ക്, ഇത് ശരിക്കും
പ്രൊട്ടക്റ്റഡ് സാധനമാണ്. നമ്മളെ ഇത് ഉറപ്പായി സംരക്ഷിക്കും. ലീ യുവാനും വല്ലാത്തൊരു ആത്മവിശ്വാസമാണ്. പക്ഷെ മാർക്കിനെ കൂട്ടർക്കും അതങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. മെഴുകുതിരിയുമായി ഇപ്പോൾ ആ ഗുഹാമുഖത്തുനിന്ന് പുറത്തേക്ക് കടക്കുമ്പോൾ ആർക്ക് വേണമെങ്കിലും ആ പ്രകാശം തിരിച്ചറിയാൻ പറ്റും. അതൊരു കോമൺ യുക്തിയാണ്. പക്ഷെ ലീ യുവാൻ പറയുന്നത് ആ പ്രകാശം ആരും കാണില്ലെന്നാണ്. അയാൾ അങ്ങനെ തീർത്തു പറഞ്ഞപ്പോൾ അല്പം തർക്കത്തിനൊടുവിൽ അവസാനം ലീ യുവാനോട് കരയിലേക്ക് കയറാൻ മാർക്ക് ടീമും ആവശ്യപ്പെട്ടു. ആ ഗുഹയിൽ നിന്ന് മുകളിലേക്ക് കയറാൻ പടിക്കെട്ടുകളുണ്ട്. ആ പടിക്കെട്ടുകൾ കയറി യുവാൻ മുകളിലെത്തി. അയാളുടെ തൊട്ടുപുറകെ മാർക്ക് ടീമും ഉണ്ട്. അവര് അവസാനത്തെ സ്റ്റെപ്പുകൾ കയറാതെ അവിടെ അങ്ങനെ നിൽക്കുമ്പോൾ യുവാൻ മെഴുകുതിരിയുമായി പുറത്തെത്തി. പുറത്തേക്ക് കടന്ന യുവാൻ മുന്നോട്ട് നടക്കുന്നത് മനസ്സിലാക്കിയ മാർക്ക് ടീമും പതുക്കെ മുകളിലേക്ക് കയറി. മാർക്കിനും ടീമിനും ഇപ്പോൾ ഒരു കാഴ്ച കാണാം. അവരുടെ ആ ഗുഹ എത്തിയിരിക്കുന്നിടത്തുനിന്ന് ഏകദേശം ഒരു 100-200 മീറ്റർ അപ്പുറത്തായി ചില നിഴലുകൾ അനങ്ങുന്ന കാഴ്ചയാണ് അവർ കണ്ടത്. മാർക്ക് താഴെയുള്ള ആളുകളോട് നിശബ്ദമായി മുകളിലേക്ക് കയറി വരാനുള്ള ഒരു സിഗ്നൽ കൊടുത്തതിന് ശേഷം പതുക്കെ കുഴിയുടെ മുകളിലേക്ക് കയറി. ഈ സമയത്തും മെഴുകുതിരി പിടിച്ചുകൊണ്ട് ആ ലീ യുവാൻ മുന്നോട്ട് നടക്കുകയാണ്. ആ ടണലിന്റെ മുകളിലേക്ക് കയറിയ മാർക്ക് ഷെൻ ക്യൂനെ ഉൾപ്പെടെയുള്ള ആളുകൾ കയറി വരാൻ വേണ്ടി അവിടെ വെയിറ്റ് ചെയ്യുമ്പോൾ രസകരമായ ഒരു കാര്യം സംഭവിച്ചു. ആ മെഴുകുതിരിയുമായി മുന്നിലേക്ക് നടന്ന ലീ യുവാൻ പെട്ടെന്ന് വേഗത കൂട്ടി ആ വനത്തിനകത്തേക്ക് ഓടി അപ്രത്യക്ഷമായി. ശരിക്കും മാർക്ക് ഉൾപ്പെടെയുള്ള ടീമിന് അവൻ പറയുന്ന ശൈലിയുള്ള പ്രൊട്ടക്ഷൻ കൊടുക്കാൻ അവന് പറ്റുമായിരുന്നെങ്കിൽ അവർ വരാൻ വേണ്ടി അവൻ കാക്കേണ്ടതാണ്. മാർക്കിനൊപ്പമുള്ള ടീം അംഗങ്ങളൊക്കെ മുകളിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ലീ യുവാന്റെ പൊടി പോലുമില്ല. അവൻ ആ മെഴുകുതിരിയുമായി മുൻവശത്ത് കാണുന്ന കാടിനകത്തേക്ക് അപ്രത്യക്ഷമായിരിക്കുകയാണ്. അതേ കാടിനകത്താണ് ചലിക്കുന്ന നെല്ലുകൾ മാർക്ക് മുകളിലേക്ക് കയറിയപ്പോൾ ആ പ്രകാശത്തിലൂടെ കണ്ടത്. ഇപ്പോൾ ആ പ്രകാശം അപ്രത്യക്ഷമായി. അതുകൊണ്ട് തന്നെ മാർക്കിനും കൂട്ടർക്കും ഒന്നും കാണാനും പറ്റുന്നില്ല. മാർക്ക് ഉടൻ തന്നെ തന്റെ ഡിവൈൻ ഐയുടെ സെക്കൻഡ് ലെവൽ ആക്ടിവേറ്റ് ചെയ്ത് ആ വനത്തിനുള്ളിലേക്ക് നോക്കി. വനത്തിനുള്ളിലേക്ക് മാർക്കിന്റെ ആ മാനിഫെസ്റ്റേഷൻ ഗെയ്സ് പറന്നിറങ്ങുമ്പോൾ മാർക്ക് കാണുന്നത് കൂറ്റൻ ഔഗറുകളെയാണ്. ഈ ഔഗറുകളെ മാർക്ക് ആ കോട്ടയ്ക്ക് മുകളിൽ കാണുകയും അവയുമായി ഏറ്റുമുട്ടുകയും ചെയ്തിരുന്നു. മാർക്കിനോട് ഏറ്റുമുട്ടിയ ഔഗറുകളെ അപേക്ഷിച്ച് കുറെ കൂടി ശക്തന്മാരായ ഔഗറുകളാണ് ആ വനം സംരക്ഷിക്കാനായി ശരിക്കും റോന്തു ചുറ്റുന്നത്. കൃത്യമായിട്ടും പാറാവുദിക്കുന്ന ആളുകളെ പോലെ അവിടെ ഒത്തിരിയേറെ ഔഗറുകളെ മാർക്ക് കണ്ടു. മനുഷ്യന്റെ ബോഡി പ്രകൃതമുള്ള എന്നാൽ മനുഷ്യനാണെന്ന് പറയാൻ കഴിയാത്ത ഒരു ജീവി, അതിനെയാണ് ഈ ഔഗർ എന്ന് വിളിക്കുക. കൂറ്റൻ ഭൂതങ്ങളെന്നോ പ്രേതങ്ങളെന്നോ ഒക്കെ കഥകളിൽ പറയുന്ന അതേ ഔഗറുകൾ ഇഷ്ടം പോലെ ആ ഭാഗത്തുണ്ട്. ആ ചണലിന്റെ മുഖത്ത് എത്തിക്കഴിഞ്ഞ ബാക്കിയുള്ള ആളുകളും ആ കാഴ്ച കണ്ടു. മാർക്ക് അവരോട് പറഞ്ഞു, നമുക്ക് ആ ഔഗറുകളെ കടന്ന് മുന്നിലേക്ക് പോയാലേ അകത്ത് എന്താണെന്ന് അറിയാൻ പറ്റും. മാർക്കിനും ടീമിനും ഒരു ദൗത്യമുണ്ട്. ആ വനത്തിന്റെ ഉള്ളിലുള്ള സീഫറുടെ കേന്ദ്രത്തെക്കുറിച്ച് പരമാവധി ഇൻഫർമേഷൻ കളക്ട് ചെയ്യണം. ഇപ്പോ മാർക്ക് ഉൾപ്പെടെയുള്ള 5 പേരുടെ കയ്യിലും മിററുണ്ട്. ആ മിറർ യഥാർത്ഥത്തിൽ ഒരു ലൈവ് ടെലികാസ്റ്റ് എക്യുപ്മെന്റ് ആണ്. മാർക്കും കൂട്ടരും കാണുന്നതും കേൾക്കുന്നതുമായ എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ ആ മിറർ വഴി ആ കോട്ടയ്ക്കുള്ളിലേക്ക് ടെലികാസ്റ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ടെലികാസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ മാർക്കിൻ്റെയും കൂട്ടരുടെയും ആ മിററുകളിൽ നിന്ന് ലഭിക്കുന്ന അറിവുകൾക്കനുസരിച്ച് മാർക്കിനും കൂട്ടർക്കും മെറിറ്റ് പോയിന്റുകൾ അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതിനെ മിലിറ്ററി മെറിറ്റ് പോയിന്റ് എന്നാണ് വിളിക്കുക. ഈ മിലിറ്ററി മെറിറ്റ് പോയിന്റുകളാണ് ശരിക്കും മാർക്കിനും കൂട്ടർക്കും പിന്നീട് മുന്നോട്ട് പോകാൻ സഹായിക്കുക. അതിനെക്കുറിച്ചൊന്നും കൂടുതൽ ആലോചിക്കാൻ നിൽക്കാതെ മാർക്ക് ആ ടീമിനൊപ്പം പതുക്കെ നടന്നു തുടങ്ങി. അങ്ങനെ നടക്കുന്ന സമയത്ത് അവരുടെ കയ്യിലുള്ള ഏക പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് അവർ ധരിച്ചിരിക്കുന്ന ആ ഡ്രസ്സുകളാണ്. ആ ഡ്രസ്സ് ധരിച്ചിരിക്കുന്ന ആളുകളെ മറ്റാളുകൾക്ക് കാണാൻ കഴിയില്ല എന്നാണ് സ്റ്റോറ് നടത്തുന്ന ആള് അവരോട് പറഞ്ഞത്. മാന്ത്രിക വസ്ത്രങ്ങളാണ് അവരൊക്കെ ധരിച്ചിരിക്കുന്നത്. അവര് ആ വസ്ത്രത്തിന്റെ ശക്തിയിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് സാവധാനം മുന്നോട്ട് നീങ്ങുകയാണ്. ഇപ്പൊ അവരും ആ വനത്തിനുള്ളിലെ ഔഗറുകളും തമ്മിലുള്ള അകലം 100 മീറ്ററിൽ താഴെയാണ്. ഓരോ സ്റ്റെപ്പ് ആ 5 ടീം വയ്ക്കുമ്പോഴും ശരിക്കും അവരുടെ ഹൃദയം ഇടിക്കുന്നത് അവർക്ക് തന്നെ കേൾക്കാം. ആ ഔഗറുകളുടെ ദൃഷ്ടിയിൽ അവര് പെട്ടാൽ പിന്നെ അവർക്ക് തിരിഞ്ഞോടാനുള്ള സമയം പോലും കിട്ടില്ല. അക്കാര്യം ഏതാണ്ട് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ആ 5 പേരും വളരെ വിജിലന്റായി ആയുധങ്ങൾ കൈ കരുതിയാണ് മുന്നോട്ട് നീങ്ങുന്നത്. മാർക്കിന് തുടക്കം മുതൽ ആ മാന്ത്രിക വസ്ത്രത്തിന്റെ കപ്പാസിറ്റിയിൽ ഒരു സംശയം ഉണ്ടായിരുന്നു. ആ സംശയത്തിന് അടിസ്ഥാനമുണ്ടെന്ന് മാർക്കിനും ടീമിനും മനസ്സിലാകുമ്പോഴേക്കും അവരും ആ ഔഗ്രകളും തമ്മിലുള്ള അകലം വെറും 25 മീറ്ററായി കുറഞ്ഞു. മാർക്ക് ടീമും ഓരോ സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചിട്ടും അല്പനേരം നിൽക്കും, പിന്നെ മുന്നോട്ട് നടക്കും. അങ്ങനെ നടന്നാണ് അവര് ആ ഔഗ്രകൾക്ക് ഏകദേശം 25 മീറ്റർ അടുത്തെത്തിയത്. ആ ഔഗ്രകളെ വ്യക്തമായും
ആ ഇരുട്ടത്ത് അവർക്ക് കാണാൻ കഴിയുന്ന ഒരു ഏരിയയിലാണ് അവരെത്തിയിരിക്കുന്നത്. ഔഗറുകൾ ഒരു ലൈൻ പോലെ റോന്തുറ്റിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് അതിൽ ഒരു ഔഗർ നിന്നിട്ട് മാർക്കിൻ ടീം നിൽക്കുന്ന ഭാഗത്തേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കി. അത് കണ്ടതും മാർക്ക് ഉൾപ്പെടെയുള്ള 5 പേരും നിശബ്ദരായി നിശ്ചലരായി പ്രതിമകൾ പോലെ അവർ നിൽക്കുന്ന സ്ഥലത്തിന് അങ്ങനെ നിന്നു. ആ ഔഗർ ഏതെങ്കിലും സെക്കൻഡ് നേരം മാർക്കിൻ ടീം നിൽക്കുന്ന ഭാഗത്തേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കിയിട്ട് പിന്നെ നടന്നു തുടങ്ങി. ആ ഔഗർ ശരിക്കും ഒരു മോൺസ്റ്ററാണ്. ആ മോൺസ്റ്റർക്ക് 25 മീറ്റർ അപ്പുറത്തുള്ള ഗന്ധം പോലും പിടിച്ചെടുക്കാൻ കഴിയുന്നുണ്ടെന്നുള്ള ഒരു വിശ്വാസം പെട്ടെന്ന് മാർക്കിനും ടീമിനും ഉണ്ടായി. അല്ലെങ്കിൽ അയാൾ അവിടെ അങ്ങനെ നിൽക്കേണ്ടതില്ല. ആ ഔഗർ മൂവ് തുടങ്ങിയപ്പോൾ മാർക്കിൻ ടീമും ഒന്ന് നടന്നതേ ഉള്ളൂ. പെട്ടെന്ന് ആ മൂവ് ചെയ്ത ഔഗർ തിരിച്ച് അയാൾ നിന്ന ഭാഗത്തേക്ക് വന്നു. അവിടെ നിന്നിട്ട് വീണ്ടും അതതിൻ്റെ തല ഉയർത്തി. ശരിക്കും ആ ഔഗർ ശ്വാസം ഉള്ളിലേക്ക് വലിക്കുന്നത് മാർക്കിനും കൂട്ടർക്ക് കൃത്യമായി കാണാം. മാർക്കിൻ കൂട്ടരും ഇപ്പോൾ 25 മീറ്ററിന് അകത്തായിരിക്കുകയാണ്. പെട്ടെന്ന് ആ ഔഗർ മുന്നോട്ട് കുതിച്ചു. മുന്നോട്ട് പാഞ്ഞു വരുന്ന ആ ഔഗറുടെ ലക്ഷ്യം മാർക്ക് ഉൾപ്പെടെയുള്ള ആ ടീമാണെന്ന് അതിന്റെ കുതിച്ചുള്ള വരവ് കണ്ടപ്പോൾ തന്നെ മാർക്കിനും ഷെൻ ക്യൂനയ്ക്കും ഷെന്നൊപ്പമുള്ള ബോസണും മനസ്സിലാക്കാൻ അധികം ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. അവര് ആയുധങ്ങളുമായി ഉടൻ തന്നെ മുന്നോട്ട് കുതിച്ചു. മാർക്കിൻ ടീമും ഒരു സ്കൗട്ടിനാണ് ഇറങ്ങിയിരിക്കുന്നത്, രഹസ്യ വിവരങ്ങൾ ശേഖരിക്കാൻ. അതേ സ്കൗട്ട് ആക്ടിവിറ്റി തന്നെയാണ് ആ ഔഗർ നടത്തുന്നത്. ആ ഔഗറെ അവസാനിപ്പിച്ചില്ലെങ്കിൽ ബാക്കിയുള്ള ഔഗറുടെ ശ്രദ്ധയിൽ അവർ പെടാൻ സാധ്യതയുണ്ട്. ആ ഒരു ധാരണ ഉള്ളതുകൊണ്ടാണ് മാർക്കും ഷെൻ ക്യൂനയും ബോസണും ഒരുമിച്ച് മുന്നോട്ട് കുതിച്ചത്. മുന്നോട്ട് കുതിച്ച അവർ നിമിഷ നേരം കൊണ്ട് ആ ഔഗറിന്റെ മുന്നിലെത്തി. ഔഗർ അതിശക്തമായി അതിന്റെ കൈ ഉയർത്തി ആഞ്ഞടിക്കുമ്പോഴേക്കും മാർക്കിന്റെ കയ്യിലെ ആ ചെറിയ കത്തി അതിന്റെ നെഞ്ച് ലക്ഷ്യമാക്കി ഒന്ന് ഉയർന്നിരുന്നു. അതേ സമയത്ത് ഷെൻ താഴേക്ക് കുനിഞ്ഞ് അതിന്റെ കാലിൽ ആഞ്ഞൊരൊറ്റ കുത്ത്. ഈ സമയത്ത് ബാസൻ അതിന് നീളമുള്ള വാള് ശക്തമായി വീശുകയും ചെയ്തു. ഇതേ സമയത്ത് ഊവയ്ക്കൊപ്പമുള്ള ഷെൻകുനയുടെ ആ സുഹൃത്തും ഒരുമിച്ച് മുന്നോട്ട് കുതിക്കുകയും അവരും ആ ഔഗറെ അറ്റാക്ക് ചെയ്യുകയും ചെയ്തു. ആ ഔഗർക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമ്പോൾ ആ 5 അംഗ സേന ആ ഔഗറെ വെട്ടി വീഴ്ത്തി. ആ ഔഗറുടെ കഴുത്തിൽ അവസാനം കത്തിവെച്ചത് ഷെൻക്യൂനയാണ്. ഷെൻക്യൂന ആ ഔഗറെ അവസാനിപ്പിച്ചതും അവളുടെ ബോഡിയിലേക്ക് ഒരു സെയിന്റ് എനർജി അതിവേഗം പാഞ്ഞു കയറി. ആ ഔഗർ അവിടെ എങ്ങനെ കിടന്നാൽ ആ സെൻട്രി ആക്ടിവിറ്റീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഔഗർ ടീമിലെ അടുത്ത ആള് ആ ഭാഗത്തെത്തുമ്പോൾ ആ ബോഡി കാണും. അത് ഒരു പ്രശ്നമാവും. അങ്ങനെ തോന്നിയതും ഊവയും മാർക്കും ബാക്കിയുള്ള ആളുകളിൽ ചേർന്ന് ആ കൂറ്റൻ ഔഗറെ അവിടുന്ന് പതുക്കെ വലിച്ച് കുറച്ച് വലത്തോട്ട് കൊണ്ടുപോയി. വലത്തോട്ട് അവരെങ്ങനെ കൊണ്ടുപോകുമ്പോഴാണ് അവിടെ ഒരു വലിയ കുളം അവിടെ ദൃഷ്ടിപ്പെടുന്നത്. ശരിക്കും അങ്ങനെ ഒരു കുളം അവിടെ ഉണ്ടെന്ന് കരുതിയിട്ടല്ല അവർ വലത്തോട്ട് ആ ഔഗറെ വലിച്ചുകൊണ്ട് പോയത്. കുളം കണ്ടപ്പോൾ എന്തായാലും അവർക്കൊരു ആശ്വാസമായി. ആ കുളത്തിനകത്തേക്ക് ഔഗറെ തള്ളിയിടാം. അങ്ങനെ വിചാരിച്ചുകൊണ്ട് ആ 5 അംഗ ടീം ഔഗറുടെ ബോഡി ആ കുളത്തിനകത്തേക്ക് തള്ളി. കുളത്തിനകത്തേക്ക് ആ ഔഗറുടെ ബോഡി തള്ളി ആ നിമിഷം തന്നെ ആ 5 അംഗ ടീം അതിവേഗം അവിടെ നിന്ന് ഒഴിഞ്ഞു മാറുകയും ചെയ്തു. വെള്ളത്തിലേക്ക് ഔഗറുടെ ബോഡി വീഴുമ്പോൾ ശബ്ദമുണ്ടാകുമെന്നും ആ ശബ്ദം കേട്ടിട്ട് സമീപത്ത് എവിടെയെങ്കിലുമുള്ള ഔഗറുകൾ ഓടിയെത്തുമെന്നും അവർക്കറിയാം. അങ്ങനെ ഓടിയെത്തുന്ന ആളുകൾ അവരെ കാണാതിരിക്കാൻ വേണ്ടിയാണ് അവർ ഒഴിഞ്ഞു മാറിയത്. പ്രതീക്ഷിച്ചതുപോലെ ഔഗർ വെള്ളത്തിലേക്ക് വീണതും അനവധി ഔഗറുകൾ ശബ്ദം കേട്ട് അവിടേക്ക് ഓടിയെത്തി. ശബ്ദം കേട്ട് ഓടിയെത്തിയ ഔഗറുകൾ താഴെ വെള്ളത്തിലേക്ക് ഒന്ന് നോക്കിയതിനു ശേഷം പെട്ടെന്ന് മാർക്ക് ഫെല്ലറൻ ടീം നിൽക്കുന്ന ഭാഗത്തേക്ക് അതിവേഗം കുതിച്ചെത്തി. മാർക്കിനും ടീമിനും ഒളിക്കാൻ കഴിയുമ്പോൾ അവരുടെ ഗന്ധം ഫോളോ ചെയ്ത് അവിടേക്ക് എത്തിയ 1/2 ഡസനോളം ഔഗറുകൾ പെട്ടെന്ന് മാർക്കിൻ ടീമിനെ വളയുകയായിരുന്നു. കൃത്യമായി പറഞ്ഞ 5 ഔഗറുകൾ തന്നെയാണ് അവിടെ എത്തിയത്. ആ 5 ഔഗറുകൾ മാർക്കിൻ ടീമുമായി ഒരു യുദ്ധം ആരംഭിച്ചു. ഏകദേശം ഒരു 10-15 മിനിറ്റ് മാർക്കിന്റെ നേതൃത്വത്തിൽ ഒരു യുദ്ധം അവിടെ ആ ഔഗറുകളുമായി ബന്ധിപ്പിച്ച് നടന്നു കാണും. അവരെല്ലാം കൊന്ന് അവരുടെ ബോഡി വീണ്ടും ആ കുളത്തിലേക്ക് നിക്ഷേപിച്ച് കഴിഞ്ഞപ്പോഴാണ് മാർക്കിനും ടീമിനും ഒരു ആശ്വാസമായത്. ആ കുളത്തിനകത്തേക്ക് ആ 6 ബോഡിയും ഇപ്പോൾ വീണിരിക്കുകയാണ്. ആ കുളത്തിനകത്തേക്ക് വീണ ബോഡികളിലേക്ക് നോക്കിക്കൊണ്ട് മാർക്കിൻ ടീമും ആ കുളത്തിന്റെ കരയിൽ നിന്ന് കുറച്ചുകൂടി പുറകോട്ട് മാറി. അവർക്ക് മുന്നോട്ടാണ് പോകേണ്ടത്. അവർ മുന്നോട്ട് പോയ വഴിയിൽ നിന്ന് മാറി വലതുവശത്തേക്ക് വന്നിട്ടാണ് ആ കുളത്തിനകത്ത് ഔഗറുകളെ ഇട്ടത്. തിരിച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ അവർക്ക് ആ സീഫറുടെ ആസ്ഥാനം എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അവരുടെ കൈവശമുള്ള ആ മിററിൽ ഇപ്പോൾ
കോർഡിനേറ്റേഴ്സ് കാണിക്കുന്നത് മുന്നിലേക്കാണ്. അത് കണ്ടതും മാർക്കും ടീമും മുന്നിലേക്ക് നീങ്ങി തുടങ്ങിയ അതേ നിമിഷത്തിൽ അവരെ കടന്നു വന്ന ആ കുളത്തിന്റെ ഭാഗത്ത് ശരിക്കൊരു ശബ്ദം കേട്ടു. ചെവി തുളയ്ക്കുന്ന ഒരു ശബ്ദം. അതൊരു അലർച്ചയാണ്. മാർക്കിന് ആ ശബ്ദം കേട്ട ആ നിമിഷത്തിൽ അതൊരു ഡ്രാഗന്റെ സൗണ്ടാണോ എന്നൊരു സംശയം. മാർക്കിന് തോന്നിയ അതേ സംശയം കൂടുതൽ ആളുകൾക്കും തോന്നി. എല്ലാവരും ഞെട്ടലോടെ തിരിഞ്ഞ് ആ കുളത്തിന്റെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ആ കുളത്തിനകത്തുനിന്ന് ഒരു കൂറ്റൻ ഡ്രാഗൺ പറന്നു പോകുന്നതാണ് അവർ കണ്ടത്. ഒരു കറുത്ത ഡ്രാഗൺ. ആ കറുത്ത ഡ്രാഗൺ അങ്ങനെ പൊങ്ങി വന്നപ്പോൾ അതിൻ്റെ ചിറകുകൾ ആകാശത്തേക്ക് ഉയരുന്ന ശബ്ദം ശരിക്കും ആ കാട്ടിനകത്ത് ഒരു വല്ലാത്ത ഭയം ഉണ്ടാക്കുന്നുണ്ട്. ആ ബ്ലാക്ക് ഡ്രാഗൺ ആ കുളത്തിനകത്ത് ഉറങ്ങിയായിരുന്നു. അത് പൊങ്ങി വരുന്ന ആ കാഴ്ച കാണുമ്പോൾ ആർക്കും തോന്നും ആ ഡ്രാഗണുകളുടെ ശക്തി എന്ന് പറയുന്നത് അവിടേക്ക് വലിച്ചെറിയപ്പെടുന്ന ഔഗ്രകളാണെന്ന യാഥാർത്ഥ്യം പെട്ടെന്നാണ് മാർക്കും ടീമും തിരിച്ചറിഞ്ഞത്. അകത്തേക്ക് വീണ ആ ഔഗ്രകളുടെ ഊർജത്തെ സ്വരൂപിച്ചെടുത്തിട്ടാണ് ആ ബ്ലാക്ക് ഡ്രാഗൺ തൻ്റെ ഊർജം വലുതാക്കിയിരിക്കുന്നത്. അല്ലെങ്കിൽ അതിൻ്റെ ഊർജത്തിൻ്റെ ബേസ് ആ ഔഗ്രകളുടെ ഡെഡ് ബോഡികളിലെ ആ ഊർജമാണ്. അങ്ങനെ മാർക്കിനും ടീമിനും തോന്നുമ്പോഴേക്കും ആ കറുത്ത ഡ്രാഗൺ അവർക്ക് നേരെ പറന്നു തുടങ്ങി. ശരിക്കും മാർക്കിനെയും ടീമിനെ തീർക്കാനുള്ള കപ്പാസിറ്റിയുള്ള ആ കറുത്ത ഡ്രാഗൺ മുന്നിലേക്ക് പാഞ്ഞു വന്നതും മാർക്ക് ഫെല്ലർ അയാളുടെ കൈ ഒന്ന് അനയ്ക്കുന്നതും ഒരേ നിമിഷത്തിലാണ്. ആ നിമിഷത്തിൽ മാർക്കിന്റെ കയ്യിൽ വീണ്ടും ആ കത്തി പ്രത്യക്ഷപ്പെട്ടു. മാർക്കിന് അവിടെ ആ സ്റ്റോറിൽ നിന്ന് ലഭിച്ച ആ കത്തിയുമായി മാർക്ക് മുന്നോട്ട് കുതിക്കുമ്പോൾ മാർക്കിന്റെ വലത് ഭാഗത്ത് ഊവെ അയാൾ ആ പ്രസിദ്ധമായ വാളുമായി മുന്നോട്ട് കുതിച്ചു കഴിഞ്ഞു. കാടിനകത്ത് ആ രാത്രിയിൽ ആകാശത്തൂടെ പറന്നു വരികയാണ് ആ കറുത്ത ഡ്രാഗൺ. കറുത്ത ഡ്രാഗന്റെ ആ നീളമുള്ള ചിറവുകൾ അതിശക്തമായി അങ്ങനെ വീശിപ്പോൾ മരങ്ങളൊക്കെ ആടി ഉലയുന്നുണ്ട്. അതിനിടയിലൂടെയാണ് ആ കറുത്ത ഡ്രാഗൺ അവർക്ക് നേരേക്ക് വന്നത്. മുഴുവൻ ഇരുട്ടായതുകൊണ്ട് തന്നെ ഈ കറുത്ത ഡ്രാഗന്റെ യഥാർത്ഥ രൂപം മാർക്കിനും കൂട്ടർക്കും അവിടെ മനസ്സിലാകുന്നില്ല. പക്ഷെ മനസ്സിലാക്കാൻ അവർക്ക് കഴിയുന്നത് ആ കറുത്ത ഡ്രാഗന്റെ അലർച്ചയാണ്. അലർച്ചയോടെ ആ ഡ്രാഗൺ അവർക്ക് നേരെ പാഞ്ഞു വന്നതും മാർക്ക് ഫെല്ലർ തൻ്റെ കയ്യിലെ കത്തിയുമായി മുന്നോട്ട് ഒന്ന് കുതിച്ചതും ഒരേ നിമിഷത്തിലാണ്. അതേ നിമിഷത്തിൽ ഒരു വശത്തൂടി ബോസണും മറുവശത്തൂടി ഊവയും മുന്നോട്ട് കുതിച്ചിട്ടുണ്ട്. രണ്ടുപേരും സോഡ് ഫൈറ്റിങ്ങിൽ ആചാര്യന്മാരാണെന്ന് പറയാം. ഇടതുവശത്തെ ചിറകും വലതുവശത്തെ ചിറകും ലക്ഷ്യമിട്ടുകൊണ്ട് ആ രണ്ട് യോദ്ധാക്കളും മുന്നോട്ട് കുതിച്ചപ്പോൾ മാർക്കിന്റെ ടാർഗറ്റ് അതിന്റെ കഴുത്താണ്. ആ ഡ്രാഗന്റെ അടിഭാഗമാണ് ഷെൻക്യുനെയും കൂടെയുള്ള ആ ലീ ഊവും ഒക്കെ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. അതിശക്തമായ ആ ഡ്രാഗന്റെ അതിനേക്കാൾ ശക്തമായ അറ്റാക്കിനെ അവർ തങ്ങളുടെ കൈവശമുള്ള ചെറിയ ചെറിയ ആയുധങ്ങൾ ഉപയോഗിച്ച നേരിടുന്നത്. മാർക്കിന്റെ കത്തിയും വാളും എന്നൊക്കെ പറയുന്നത് ആ ഡ്രാഗനെ സംബന്ധിച്ചത് ചെറിയ സംഭവമാണെന്ന് അതിന്റെ പുറത്തേക്ക് മാർക്കും ടീമും ആ വാളും കത്തിയൊക്കെ കുത്തിക്കയറ്റിയപ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത്. ശരിക്കും ആ കത്തിയും വാളും ഒക്കെ അതിന്റെ പുറത്തു വിട്ടതും ഡ്രാഗൺ ഒന്ന് കുടഞ്ഞതേ ഉള്ളൂ. എല്ലാവരും തെറിച്ചു. അതിനെ ഈ കത്തിയും വാളും ഒന്നും ഒരു വിഷയമേ അല്ല. പക്ഷെ അതിന്റെ പുറത്ത് മുറിഞ്ഞിട്ടുണ്ട്. ആ മുറിവിലേക്ക് ആ ഡ്രാഗൺ നോക്കുന്നത് മാർക്കിനും ടീമർക്ക് കാണാം. ദൂരേക്ക് തെറിച്ചു വീണ മാർക്കിൻ ടീമും ഒക്കെ വീണ്ടും റെഡിയായി മുന്നോട്ട് നോക്കുമ്പോൾ ആ ഡ്രാഗൺ വീണ്ടും അവർക്ക് നേരെ പാഞ്ഞു വരികയാണ്. കൈവശമുണ്ടായിരുന്ന വാളും കത്തിയൊക്കെ തെറിച്ച് നിരായുധരായി നിൽക്കുന്ന അവർക്ക് നേരെ പാഞ്ഞെത്തിയ ആ ഡ്രാഗണുമായി ഫൈറ്റ് ചെയ്യാൻ അവർക്ക് സ്വന്തം കൈക്കരുത്ത് മാത്രമേ ഉള്ളൂ എന്നതാണ് സത്യം. പക്ഷെ ആ കൈക്കരുത്ത് ഉപയോഗിച്ചുകൊണ്ട് ആ അഞ്ചംഗ ടീം വീണ്ടും അവരെ നേരിടുമ്പോഴേക്കും ഊവെ അവൻ്റെ വാള് തിരിച്ചെടുത്തു കഴിഞ്ഞു. ആ വാളുമായി ഊവെ ആ ഡ്രാഗന്റെ മുകളിലേക്ക് പാഞ്ഞു കയറിയതും മാർക്ക് ഫെല്ലർ തറയിലേക്ക് തെറിച്ച് ആ കത്തി കണ്ടെടുത്ത് ഊവയ്ക്കൊപ്പം ആ ഡ്രാഗന്റെ മുകളിൽ എത്തിക്കഴിഞ്ഞു. താഴെ ഷെൻക്യുനെയും ബോസണും ലീ ഊവും ചേർന്ന് ആ ഡ്രാഗനെ നേരിടുമ്പോൾ ഡ്രാഗന്റെ നേർ മുകളിൽ മാർക്കും അതുപോലെ ഊവയുണ്ട്. ഡ്രാഗന്റെ പുറത്ത് ചവിട്ടി കയറിയാണ് അവർ യഥാർത്ഥത്തിൽ മുകളിലേക്ക് എത്തിയത്. ഒരേ സമയത്ത് മുകളിൽ നിന്നും താഴെ നിന്നും ഒരുമിച്ച് അതിന്റെ പുറത്തേക്ക് ആ അഞ്ചംഗ ടീം അറ്റാക്ക് ചെയ്തതും ആ ഡ്രാഗൺ ഒന്ന് പിടഞ്ഞു. ഡ്രാഗന്റെ കഴുത്തിലേക്ക് ഈ സമയത്ത് മാർക്കിന്റെ കത്തി അതിശക്തമായി അങ്ങ് കയറി. മാർക്കിന്റെ ആ കത്തി അങ്ങനെ കയറിപ്പോയതും ആ ഡ്രാഗൺ ഒന്ന് പിടഞ്ഞ് താഴേക്ക് വീണു. ഒരു കറുത്ത ഡ്രാഗണെ ആ ശൈലിയിൽ അവസാനിപ്പിക്കാൻ കഴിയുമെന്ന് മാർക്കിൻ ടീമും തീരെ കരുതിയിരുന്നില്ല. പക്ഷെ ആ നിമിഷത്തിൽ മാർക്കിന്റെ ഉള്ളിലേക്ക് ഇഷ്ടം പോലെ സെയിന്റ് എനർജി പാഞ്ഞ് കയറുന്നത് മാർക്കിന് സ്വയം മനസ്സിലാകുന്നുണ്ട്. മാർക്കിന്റെ ബോഡിയിലേക്ക് പ്രകാശം പോലെ ആ ഡ്രാഗന്റെ ബോഡിയിൽ നിന്ന് സെയിന്റ് എനർജി പാഞ്ഞ് കയറുന്നത് ബാക്കി 4 പേർക്കും കാണുകയും ചെയ്യും. ഒരു ശക്തന്റെ ഊർജം മാർക്കിന്റെ ബോഡിയിലേക്ക് കയറുകയാണ്.
ഈ കറുത്ത ഡ്രാഗണുകളെ കൊന്നാൽ വൻതോതിൽ ഊർജം ലഭിക്കുമെന്നുള്ള ഒരു യാഥാർത്ഥ്യം മാർക്കും കൂടുതൽ ആളുകളും മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. പെട്ടെന്ന് അവർക്കൊരു കോൺഫിഡൻസ് കൂടി. ഡ്രാഗണുകൾ ഇനിയും അറ്റാക്ക് ചെയ്യാൻ വന്നാൽ ആ ഡ്രാഗണുകളെ അവസാനിപ്പിക്കാൻ പറ്റിയാൽ അവർക്ക് ശക്തരാകാം. ഈ സെയിന്റ് കിരീടത്തിൽ വേറെ ഒന്നിനും ഒരു കാര്യവുമില്ല. ശക്തി, അത് മാത്രമാണ് കാര്യം. എത്രത്തോളം ശക്തി അവർ നേടുന്നോ അത്രത്തോളം പിടിച്ചു നിൽക്കാനുള്ള സാധ്യത കൂടും. ഇപ്പോൾ ആ 9 ട്യൂൺസ് കോട്ടയിലെ ആളുകൾ അവരെ ഈ സ്കൗട്ട് ആക്ടിവിറ്റിക്ക് വേണ്ടി പറഞ്ഞു വിടുമ്പോൾ എതിർക്കാൻ അവർക്ക് പറ്റാത്തതുകൊണ്ടാണ് അവർ ആ തുരങ്കത്തിലൂടെ അവിടെ എത്തിയത്. അവർ ശക്തരാണെങ്കിൽ അവരോട് ആരും ഈ ഉദ്യമം ഏറ്റെടുക്കാൻ പറയുമായിരുന്നില്ല. മാർക്കും ടീമും അതിനെക്കുറിച്ച് കൂടുതൽ ആലോചിക്കാൻ നിൽക്കാതെ വീണ്ടും ഉള്ളിലേക്ക് നടന്നു. ഉള്ളിലേക്ക് നടക്കുമ്പോൾ കൂടെ വൻ ആൾക്കുരങ്ങിന്റെ അത്രയും വലുപ്പമുള്ള ഔഗറുകളെയും ഇടയ്ക്കിടയ്ക്ക് ഈ കറുത്ത ബ്ലാക്ക് ഡ്രാഗണെയൊക്കെ അവർ നേരിട്ടുകൊണ്ടേയിരുന്നു. നേരിടുന്ന ജീവികൾ അത് എന്ത് തന്നെയാണെങ്കിലും അതിനെ ആ 5 ടീം ഒരു കോർഡിനേഷൻ വർക്കിലൂടെ അവസാനിപ്പിച്ച് മുന്നോട്ട് നീങ്ങുന്നത്. അവരങ്ങനെ മുന്നോട്ട് നീങ്ങുമ്പോൾ ആദ്യത്തെ ടണലിലൂടെ പുറത്തു വന്ന ആ 4 സംഘം ഇപ്പോൾ ഒത്തിരി മുന്നിലെത്തിയിരിക്കുകയാണ്. അവർക്കും ഇതുപോലുള്ള അറ്റാക്കുകൾ നേരിടാൻ പറ്റുന്നുണ്ട്. അവരും ഇതുപോലെ ഈ ഔഗറുകളെ നേരിട്ട് തന്നെയാണ് മുന്നേറുന്നത്. ഇത് രണ്ടിനും ഇടയിലൂടെ ആ മെഴുകുതിരിയുമായി സാക്ഷാൽ ലീ യുവാൻ മുന്നോട്ട് നടക്കുകയാണ്. അവനെ ഒരു ജീവികളും കാണുന്നതേയില്ല. അവൻ തുടക്കത്തിലെ പറഞ്ഞ കാര്യം 100% വാസ്തവമാണ്. അവന്റെ കയ്യിലെ ആ മെഴുകുതിരി പ്രകാശം അവന് ചുറ്റും ഉണ്ടാക്കുന്ന ആ ഓറയ്ക്കുള്ളിൽ അവൻ പൂർണ്ണമായും മറയപ്പെട്ടിരിക്കുകയാണ്. അവനെല്ലാവരെയും കാണാം, പക്ഷെ ആർക്കും അവനെ കാണാൻ പറ്റില്ല. അവന്റെ കയ്യിലുള്ള ആ മിററിൽ പരമാവധി ഡേറ്റ കളക്ട് ചെയ്യുകയാണ്. ആ ഡേറ്റ മെറിറ്റ് പോയിന്റുകളാണ്. ആ മെറിറ്റ് പോയിന്റുകൾ അവന്റെ മിലിറ്ററി മെറിറ്റ് പോയിന്റാണ്. അത് എത്രത്തോളം കൂടുന്നു അത്രത്തോളം അവന് ലഭിക്കുന്ന സമ്മാനവും കൂടും. അവന്റെ മിലിറ്ററി പോയിന്റുകൾ ആ കണ്ണാടി കാണുന്ന ദൃശ്യങ്ങൾക്കനുസരിച്ച് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ ഈ സീഫറുടെ കേന്ദ്രത്തിലേക്കാണ് നടന്നു കയറുന്നത്. ആ ഭാഗത്തുള്ള ഇൻഫർമേഷൻ അവിടെ കോട്ടയ്ക്കുള്ളിലേക്ക് വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവന്റെ പോയിന്റുകൾ ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. അവൻ ആ കാര്യമൊന്നും ശ്രദ്ധിക്കാതെ ആ മെഴുകുതിരി പ്രകാശത്തിൽ മുന്നോട്ട് പതുക്കെ മൂവ് ചെയ്യാണ്. അവൻ എവിടെയുണ്ടെന്ന് പോലും മാർക്കും ടീമിനും അറിയില്ല. അവരെ കാടിനകത്തുകൂടി പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നേറുകയാണ്. അതേ ശൈലിയിലാണ് ഒന്നാമത്തെ ടണലിലെ ആളുകൾ. ആ സംഘം ഏകദേശം 1 മണിക്കൂർ നടന്നു കാണും. പെട്ടെന്ന് മാർക്കിന് ഒരു പ്രശ്നം അനുഭവപ്പെട്ടു. തങ്ങൾ ആരുടെയോ ഓറയ്ക്കുള്ളിൽ പെട്ടുവെന്ന് മാർക്കിന് തോന്നിയതും മാർക്ക് കൂടുതൽ ആളുകളെ സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചു. മാർക്ക് അവരെ സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചപ്പോൾ തന്നെ അവർക്കും ഒരു പ്രഷർ അനുഭവപ്പെടുകയാണ്. അതിശക്തനായ ആരുടെ ഓറ അവർക്ക് മുകളിലേക്ക് വീണിരിക്കുകയാണ്. ആ ആളുടെ നിരീക്ഷണ വലയത്തിനുള്ളിൽ തങ്ങൾ പെട്ടു. അങ്ങനെ ഒരു തോന്നൽ മാർക്കിനും കൂട്ടർക്കും ആ നിമിഷം മനസ്സിലേക്ക് വന്നെങ്കിലും അവർ 5 പേരും നിശ്ചലരായി അനങ്ങാതെ അവിടെ തന്നെ നിന്നു. എത്ര സെക്കൻഡ് നേരം അവരങ്ങനെ നിന്നു എന്ന് ചോദിച്ചാൽ അവർക്ക് പോലും അറിയില്ല. ശ്വസിക്കാതെ ഒരു തരത്തിലുള്ള അനക്കവും വരുത്താതെ ആ 5 ടീം അവിടെ ഇങ്ങനെ നിശ്ചലരായി നിൽക്കുമ്പോൾ കൃത്യമായിട്ടും ഒരു ഡിവൈൻ സെൻസ് അതിനെ ഓറ ഉപയോഗിച്ച് ആ മേഖല മുഴുവൻ സ്കാൻ ചെയ്ത് പോവുകയാണ്. ആ സ്കാനിങ് മാർക്കിൻ ടീമും നിൽക്കുന്ന ഭാഗത്തെത്തിയപ്പോൾ ഏതാനും സെക്കൻഡ് നേരം ആ പ്രകാശം അവിടെ തങ്ങി നിന്നു എന്ന് പറയാം. മാർക്ക് ഉൾപ്പെടെയുള്ള 5 പേരും നിശ്ചലരായി പ്രതിമകൾ പോലെ അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. അവർക്ക് യഥാർത്ഥത്തിൽ തറ കിടക്കാനുള്ള സമയം പോലും കിട്ടിയില്ല. അങ്ങനെ കിടക്കാൻ അവർ ശ്രമിച്ചിരുന്നെങ്കിൽ അവരുടെ അനക്കം ആരുടെയെങ്കിലും ശ്രദ്ധയിൽ പെട്ടെന്ന്. മാർക്ക് ഉൾപ്പെടെയുള്ള ടീം നിശ്ചലരായി നിൽക്കുമ്പോൾ ആ പ്രകാശം കൊണ്ട് മറ്റുള്ളവരുടെ ഓറ അളക്കുന്ന ആ വ്യക്തി അയാളുടെ ഓറയെ പതുക്കെ മൂവിപ്പിച്ചു തുടങ്ങി. മാർക്കിനെയും ഷെൻക്യൂനെയും ഒക്കെ കടന്ന് ആ പ്രകാശം പതുക്കെ മുന്നോട്ട് നീങ്ങുകയാണ്. അത് അവരെ കടന്നു പോയി കഴിഞ്ഞതും മാർക്ക് കൂടെ ഉള്ളവരോട് പറഞ്ഞു, അകത്തുള്ള വ്യക്തി ശരിക്കും ശക്തനാണ്. അയാളുടെ ഓറ ഉപയോഗിച്ച് നിശ്ചിത ഇൻ്റർവെല്ലുകളിൽ ഈ ഭാഗം നിരീക്ഷിക്കുന്നുണ്ട്. അത് കേട്ടതും ഷെൻക്യൂന മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, അതിൻ്റെ അർത്ഥം നമ്മൾ എത്തിയത് ശരിയായ സ്ഥലത്താണെന്നാണ്. അത് ഷെൻ, അതാണ് ശരി. ഇവിടെ ഉള്ളിലായിരിക്കും സീഫറുടെ ആസ്ഥാനം. നമുക്ക് എന്തായാലും ഇതുവരെ വന്ന സ്ഥിതിക്ക് അവിടെ കൂടെ ഒന്ന് കയറാം. മാർക്കും ടീമും കൂടുതൽ സംസാരിക്കാൻ നിൽക്കാതെ നിശബ്ദരായി വീണ്ടും കാടിനുള്ളിലേക്ക് നടന്നു തുടങ്ങി. ആ കാടിനകത്തൂടി ഇപ്പോൾ ഒരു നടന്നു കയറുന്നത് ഒരു മലയുടെ മുകളിലേക്കാണ്. അക്കാര്യം മാർക്കിനും ടീമിനും മനസ്സിലാവുന്നുണ്ട്. മരങ്ങൾ ഇഷ്ടംപോലെ വളർന്ന് പന്തലിച്ച് നിൽക്കുന്ന ആ മലയിൽ പതുക്കെ അവർ കയറി തുടങ്ങുമ്പോൾ അവർക്ക് അതിശക്തമായ ഓറയുടെ
ഒരു പ്രസൻസ് വീണ്ടും അനുഭവപ്പെട്ടു തുടങ്ങി. ആ ഓറ മറുഭാഗത്തുള്ള മലയിൽ നിന്ന് കവർ ചെയ്ത് അവരുടെ മലയുടെ ഭാഗത്തേക്ക് ഇങ്ങനെ വരികയാണ്. ഒരു പ്രകാശം അങ്ങനെ പതുക്കെ വരുന്നത് മാർക്കിന്റെ ദൃഷ്ടിപ്പെട്ടതും മാർക്ക് കൂടുതലുള്ള ആളുകളോട് പറഞ്ഞു, നമുക്ക് ഈ മലയിലേക്ക് ചരിഞ്ഞ് കിടക്കാം. ആ മലയിലേക്ക് പെട്ടെന്ന് അവർ 5 പേരും അങ്ങ് ചരിഞ്ഞ് മലയിൽ അങ്ങ് ചേർന്ന് കിടക്കുകയാണ്. അവരങ്ങനെ കിടന്ന് ഏതാനും സെക്കൻഡ് കഴിഞ്ഞതും ആ സെർച്ച് ലൈറ്റ് പോലെ വരുന്ന പ്രകാശം മാർക്കും ടീമോ ഉള്ള ഭാഗത്തെത്തി. അവരെ കടന്ന് സാവധാനം അതങ്ങ് പോവുകയും ചെയ്തു. നേരത്തെ തവണ പോലെ അവിടെ തങ്ങി നിന്നില്ല. അവിടെ മുകളിൽ കൂടി ആ പ്രകാശം കടന്നു പോവുകയായിരുന്നു. ആ പ്രകാശം അവരെ വിട്ടുപോയി എന്ന് ഏകദേശം ഉറപ്പായതും മാർക്കും ടീമും ആ മലയുടെ മുകളിലൂടെ താഴെ കാണുന്ന താഴ്വാരയിലേക്ക് നോക്കി. ശരിക്കും അനവധി മലകളുടെ ഇടയിലായി വിശാലമായ ഒരു പ്രദേശം ഇപ്പോൾ അവർ കാണുകയാണ്. ആ വിശാലമായ പ്രദേശത്ത് ഒരു വലിയ ടീമുണ്ട്. സീഫറുടെ ആസ്ഥാനമാണ് ആ താഴ്വാരയെന്ന് ഒറ്റ നോട്ടത്തിൽ മാർക്കിന് മനസ്സിലായി. മാർക്കിന്റെ കയ്യിലെ ആ മിറർ മാർക്ക് ആ താഴ്വരയ്ക്ക് നേരെ ഒന്ന് ചൂണ്ടിയതും ആ താഴ്വാര പൂർണ്ണമായിട്ടും മാർക്കിന്റെ ആ മിററിലൂടെ ആ കോട്ടയ്ക്കുള്ളിലെ കണക്റ്റഡ് ഡിവൈസിലേക്ക് പതിയുകയാണ്. സീഫറുടെ ആസ്ഥാനം ലൈവായി മാർക്കിന്റെ ആ മിററിലൂടെ ടെലികാസ്റ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ കോട്ടയ്ക്കുള്ളിൽ അത് ഒരു വല്ലാത്ത ആവേശം ഉണ്ടാക്കുകയാണ്. സീഫർ ഈ മലകൾക്കിടയിൽ എവിടെയോ ആസ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ആ കോട്ടയ്ക്കകത്തുള്ള ആളുകൾക്കൊക്കെ അറിയാം. പക്ഷെ അത് എവിടെയാണ് എന്നുള്ളത് അവർക്ക് അറിയത്തില്ല. ആ സ്ഥലം കണ്ടുപിടിക്കാനായി അനവധി സ്കൗട്ടുകളെ അവർ രംഗത്തിറക്കിയതാണ്. എല്ലാ സ്കൗട്ടുകളും കൊല്ലപ്പെട്ടിരുന്നു. ഇപ്പോൾ പോയിരിക്കുന്ന സ്കൗട്ടുകളാണ് ഈ ഇൻഫർമേഷൻ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പാസ് ചെയ്യുന്ന ആളുകൾ മടങ്ങി വരുമോ എന്നുള്ള കാര്യത്തിൽ ആ കോട്ടയിലെ ആളുകൾക്ക് വലിയ ഉറപ്പൊന്നുമില്ല. അതുകൊണ്ട് തന്നെ കിട്ടുന്ന വിവരങ്ങൾ അവരപ്പോ അവലോകനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സീഫറെ അവസാനിപ്പിക്കാനുള്ള മാർഗങ്ങൾ കണ്ടെത്താൻ അവർക്ക് സീഫർ എവിടെയുണ്ടെന്ന് അറിയണം. ഇപ്പോൾ മാർക്കിന്റെ കയ്യിലെ ആ മിറർ ഒരുപാട് ഡേറ്റ അവരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. മാർക്കിന്റെ തൊട്ട് സമീപത്ത് ഊവയുണ്ട്, ഇടതുഭാഗത്ത് ഷെൻക്യൂനയുണ്ട്. ഷെൻക്യൂനയും മാർക്കും ഊവയും ആ മലയിലൂടെ താഴ്വാരത്തേക്ക് നോക്കുമ്പോൾ അവിടെ ആ താഴ്വാരയിൽ ശരിക്കും ഒരു അൾത്താര കാണാം. ഒരു പൂജാ വിഗ്രഹം ഇരിക്കുന്നത് പോലെ ഒരു അൾത്താര. ആ അൾത്താരയുടെ മുന്നിൽ ഒരു സിംഹാസനമുണ്ട്. ആ സിംഹാസനത്തിൽ ഒരാള് അങ്ങനെ നീണ്ട് നിവർന്നിരിക്കുകയാണ്. ആ വ്യക്തിയിലേക്ക് മാർക്കിന്റെ ശ്രദ്ധ പതിഞ്ഞതും പെട്ടെന്ന് ഒരു പ്രകാശം ആ അൾത്താരയുടെ ഭാഗത്തുനിന്ന് അതിവേഗം അവരിയ്ക്കുന്ന മലയുടെ മുകളിലേക്ക് അടിച്ചു. മലയുടെ മുകളിൽ ആ പ്രകാശം അടിച്ചതും മാർക്കും ടീം ഇരുന്ന ആ മലയുടെ ആ പ്രകാശം അടിച്ച ഭാഗം ഏതാണ്ട് തകർന്ന് തരിപ്പണമാവുകയാണ്. ഒരു ശബ്ദത്തോടുകൂടി ആ മല അങ്ങ് പൊട്ടിത്തെറിക്കുകയായിരുന്നു. അൺബിലീവബിൾ ആയിട്ടുള്ള ഒരു പവർ, അതാണ് അവര് ദർശിച്ചത്. നിശബ്ദരായി ആ മലയിലേക്ക് പതിഞ്ഞ മാർക്കിന്റെ ആ ഡിവൈൻ ഐ പിൻവലിച്ചു. ശരിക്കും മാർക്കിന്റെ ഡിവൈൻ ഐയുടെ സെക്കൻഡ് ലെവൽ ആക്ടിവേറ്റ് ചെയ്തിട്ട് ആ അൾത്താര ഇരിക്കുന്ന ഭാഗത്തേക്കൊന്ന് നോക്കിയ ആ നിമിഷത്തിലാണ് ഒരു പ്രകാശം തിരിച്ച് മാർക്കിരിക്കുന്ന ഭാഗത്തേക്ക് പാഞ്ഞു വന്നത്. ഒരു കിടിലം അറ്റാക്ക്, അങ്ങനെ അതിനെ വിളിക്കാൻ പറ്റും. മാർക്കിന്റെ തൊട്ട് മുകളിലുള്ള മലയാണ് അറ്റുപോയിരിക്കുന്നത്. എങ്ങനെ അവിടെ അറ്റാക്ക് ചെയ്യപ്പെട്ടു എന്ന് ചോദിച്ചാൽ മാർക്കിന്റെ ടീമിന് ഒരു വിവരമില്ല. പക്ഷെ ആ അൾത്താരയ്ക്ക് മുന്നിലുള്ള സിംഹാസനത്തിൽ ഇരുന്ന വ്യക്തിയാണ് അത് ചെയ്തതെന്ന് 100% ഉറപ്പാണ്. മാർക്ക് തനിക്കൊപ്പമുള്ള ആളുകളോട് പറഞ്ഞു, നമുക്ക് ഇപ്പോൾ തന്നെ തിരിച്ചു പോകണം. അതിന് നമുക്കൊരു പ്ലാൻ ഉണ്ടാക്കാം. നിങ്ങൾ 4 പേരും അതിവേഗം താഴേക്ക് വയ്ക്കൂ, ഞാൻ നിങ്ങളുടെ പുറകെ എത്താം. ഷെൻക്യൂനയും ഊവയും മാർക്ക് അങ്ങനെ പറഞ്ഞതും മാർക്കിനോട് പറഞ്ഞു, മാർക്കിനോട് ഒറ്റയ്ക്കായിപ്പോയാൽ? ഏയ് ഷെൻ, എൻ്റെ ഓറ ആ അൾത്താരയ്ക്ക് മുന്നിലുള്ള ആള് ഐഡന്റിഫൈ ചെയ്തിരിക്കുകയാണ്. ഉറപ്പായി അയാൾ ഇവിടേക്ക് ആളുകളെ വിടും. അവരുമായി ഞാനൊന്ന് മുട്ടി നോക്കിയിട്ട് പിൻവാങ്ങാം. അത്രയും സമയം കൊണ്ട് നിങ്ങൾക്ക് ആ ടണലിനകത്തേക്ക് കയറാൻ പറ്റും. നിങ്ങൾ അതിവേഗം മടങ്ങിക്കൂ. മാർക്ക് അവരോട് അങ്ങനെ പറഞ്ഞതും കൂടുതൽ തർക്കിക്കാൻ നിൽക്കാതെ ആ 4 സംഘം അതിവേഗം മലയിൽ നിന്ന് താഴോട്ട് ഇറങ്ങി തുടങ്ങി. മാർക്ക് പ്രതീക്ഷിച്ചത് തന്നെ സംഭവിച്ചു. മാർക്ക് ആ താഴ്വാരയിലേക്ക് നോക്കുമ്പോൾ അവിടെ നിന്ന് 2 കൂറ്റൻ ഡ്രാഗണുകൾ പറന്ന് ഉയരുന്നത് മാർക്ക് കാണും. ആ ഇരുട്ടത്ത് 2 കൂറ്റൻ ഡ്രാഗണുകൾ, അതും കറുത്ത ഡ്രാഗണുകൾ ആ മലയ്ക്ക് മുകളിലേക്ക് പറന്നുയർന്നു വരുമ്പോൾ മാർക്ക് പതുക്കെ ആ മലയിൽ നിന്ന് താഴോട്ട് ഇറങ്ങി തുടങ്ങിയാണ്. ഷെൻക്യൂനയും ടീമും പോയി ഏകദേശം ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ മാർക്ക് ആ മലയുടെ താഴെ എത്തി. ആ സമയത്ത് അതിശക്തമായ ചിറകടിയോടുകൂടി 2 കൂറ്റൻ ഡ്രാഗണുകൾ ആ മലയുടെ മുകളിൽ എത്തുകയും ചെയ്തു. മലയുടെ മുകളിലേക്ക് എത്തിയ ആ ഡ്രാഗണുകൾ
ആ മലയുടെ മുകൾ ഭാഗത്ത് നിന്നുകൊണ്ട് ചുറ്റും വീക്ഷിക്കുന്നത് താഴെ എത്തിക്കഴിഞ്ഞ് മാർക്കിനെ കാണാൻ പറ്റുന്നുണ്ട്. മാർക്ക് ശബ്ദമുണ്ടാക്കാതെ മുന്നോട്ട് നീങ്ങിയാണ്. ഏതാനും അടി നടക്കും, പിന്നെ മാർക്ക് നിൽക്കും. ഇപ്പോഴും മാർക്കിനെ കവർ ചെയ്തുകൊണ്ട് ആ ഡ്രസ്സുണ്ട്. ആ ഡ്രസ്സ് ഒരുമാതിരിപ്പെട്ട ഓറയൊക്കെ തടുക്കും എന്നുള്ള കാര്യം മാർക്കിന് ഇപ്പം ഏകദേശം ബോധ്യമായിട്ടുണ്ട്. എന്നാൽ മാർക്കിൻ്റെ ആ ഡ്രസ്സിൻ്റെ കപ്പാസിറ്റിയെ മറികടക്കുന്ന കപ്പാസിറ്റി ആ അൾത്താരയുടെ മുന്നിലുണ്ടായിരുന്ന സിംഹാസനത്തിൽ ഇരുന്ന ആൾക്കുണ്ട്. അതുകൊണ്ടാണ് മാർക്ക് അയാളെ മാർക്കിൻ്റെ ആ ഡിവൈൻ ഐ ഉപയോഗിച്ച് ഒന്ന് സ്കാൻ ചെയ്തപ്പോൾ അയാൾ ആ നിമിഷം പ്രതികരിച്ചത്. മാർക്ക് സാവധാനം ശബ്ദമുണ്ടാക്കാതെ മുന്നോട്ട് നീങ്ങിയ ആ നിമിഷത്തിൽ പെട്ടെന്ന് മാർക്കിന്റെ മുന്നിലേക്ക് രണ്ട് കൂറ്റൻ ഔഗറുകൾ പ്രത്യക്ഷപ്പെട്ടു. അവർ രണ്ടും മാർക്കിനെ ഏതാണ്ട് കാത്തു നിൽക്കും പോലെയായിരുന്നു. മാർക്ക് ആ മലയിൽ നിന്ന് താഴോട്ടിറങ്ങി മാർക്കിന്റെ ആ ടണലിന്റെ ഭാഗത്തേക്ക് നടക്കുമ്പോഴാണ് പെട്ടെന്ന് ഔഗറുകൾ മാർക്കിനെ വളഞ്ഞത്. മാർക്ക് ഇതുവരെ കാണുകയും പരിചയപ്പെടുകയും അറ്റാക്ക് ചെയ്യുകയും ചെയ്ത ഔഗറുകളെ അപേക്ഷിച്ച് കുറെ കൂടി ശക്തിയുള്ള വലുപ്പമുള്ള ഔഗറുകളാണ്. രണ്ട് ബോക്സിംഗ് ചാമ്പ്യന്മാരെന്ന് വിളിക്കാൻ കഴിയുന്ന ഔഗറുകൾ. അവ മാർക്കിനെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. ആ രാത്രിയിൽ ആ ഔഗറുകൾക്ക് മാർക്കിനെ കൃത്യമായും കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട്. മാർക്ക് ധരിച്ചിരിക്കുന്ന ഡ്രസ്സിന് അവരുടെ കണ്ണിൽ നിന്ന് മാർക്കിനെ ഒളിപ്പിക്കാൻ പറ്റുന്നില്ല എന്ന് അത് കണ്ടതും മാർക്കിന് മനസ്സിലായി. അവിടെ മുന്നിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം മാർക്ക് ആലോചിക്കുമ്പോഴേക്കും ആ രണ്ട് ഔഗറുകളും മുന്നോട്ട് കുതിച്ചു കഴിഞ്ഞു. രണ്ടുപേരും മാർക്കിനെ ഒരുമിച്ച് അറ്റാക്ക് ചെയ്യുകയാണ്. അതിവേഗതയിൽ കുതിച്ചു വന്ന ഔഗറുകൾ കൈ ഉയർത്തി മാർക്കിനെ ആഞ്ഞടിച്ചതും മാർക്ക് ഒന്ന് കുനിഞ്ഞ് അവരുടെ കാലിന്റെ ഇടയിൽ കൂടി മുന്നോട്ട് കുതിച്ചു. അടിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു തന്ത്രമാണ് മാർക്ക് ഉപയോഗിച്ചത്. മാർക്ക് ഈ സമയത്ത് മാർക്കിന്റെ ആ ഡിവൈൻ എനർജിയുടെ ഏതാണ്ട് 70% മാർക്കിന്റെ കാലിലേക്ക് ചാനലൈസ് ചെയ്തു. മാർക്കിനെ ആ ഔഗറുകൾ അതിശക്തമായിട്ടാണ് അടിച്ചത്. ആ അടി മാർക്കിന്റെ പുറത്ത് കൊണ്ടില്ല എന്ന് മനസ്സിലായതും രണ്ട് ഔഗറുകളും തിരിഞ്ഞു. അവർ തിരിയുമ്പോൾ മാർക്ക് ഓടുന്നതാണ് കണ്ടത്. മാർക്കിനെ അവര് പിന്തുടർന്ന് ഓടുമ്പോൾ മാർക്ക് അവർക്ക് പിടികൊടുക്കാതെ ഇടത്തോട്ടും വലത്തോട്ടും ഒക്കെ വെട്ടിച്ചോടി തുടങ്ങി. കൂറ്റൻ ശരീരമുള്ള ആ ഔഗറുകൾ അങ്ങനെ ഇടത്തോട്ടും വലത്തോട്ടുമുള്ള ആ വെട്ടിപ്പിൽ ശരിക്കും പെട്ടതുപോലെ രണ്ടുപേരുടെയും ബാലൻസ് തെറ്റിക്കാൻ മാർക്കിന് ആ സമയത്തിനുള്ളിൽ പറ്റി. അതിനിടയിൽ മാർക്ക് തൻ്റെ കൈവശമുണ്ടായിരുന്ന ആ കത്തി കൊണ്ട് ആ ഔഗറിൽ ഒരാളുടെ കാലിൽ ആഞ്ഞൊന്ന് കുത്തുകയും ചെയ്തു. ശരിക്കും ആ കത്തിയും മാർക്ക് അതിൻ്റെ പെരുവിരൽ കുത്തി തറയിലെ ആഞ്ഞ് തറപ്പിച്ചതിന് ശേഷം വലിച്ചൂരി പെട്ടെന്ന് ഉരുണ്ടു മാറുകയും ചെയ്തു. മാർക്ക് ഒരു തരത്തിലുള്ള ഒരു ഒളിപ്പൊരു അറ്റാക്കാണ് നടത്തുന്നത്. മാർക്ക് ആ കാലിൽ കുത്തി മാറിയതും രണ്ടാമത്തെ ഔഗർ മാർക്കിന്റെ മുകളിലേക്ക് ഒരു വലിയ മരമെടുത്ത് ആഞ്ഞടിച്ചു. ആ അടിയിൽ നിന്ന് കഷ്ടിച്ച മാർക്ക് രക്ഷപ്പെട്ടത്. മാർക്കിനെ എതിരിടുന്ന ആ ഔഗറുകൾ രണ്ടുപേരും കൂടി മാർക്കിനെ തലങ്ങ വിലങ്ങും പ്രഹരിക്കുമ്പോൾ മാർക്ക് ആ അടിയിൽ പെടാതെ അതിവേഗം ഒഴിഞ്ഞു മാറുകയാണ്. ശരിക്കും മാർക്കിന്റെ കാലുകളിൽ സ്പ്രിങ് ഘടിപ്പിച്ചിരിക്കുന്നു എന്ന് തോന്നുന്ന ശൈലിയിലുള്ള വേഗതയിലാണ് മാർക്ക് ഒഴിഞ്ഞു മാറുന്നത്. മാർക്ക് ഒഴിഞ്ഞു മാറുന്നതനുസരിച്ച് പുറകോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. മാർക്കിന് വേണമെങ്കിൽ ഇപ്പോൾ ഓടി മാർക്കിന്റെ ആ ടണലിനകത്തേക്ക് കയറാം. ടണലിനകത്തേക്ക് മാർക്ക് ഓടി കയറിയാൽ ആ ചണൽ വഴിയാണ് മാർക്ക് അവിടെ എത്തിയെന്ന് ഈ ഔഗറുകൾക്ക് മനസ്സിലാകും. അത് സ്വാഭാവികമായിട്ടും മാർക്കിന്റെയും കൂടുള്ള ആളുകളുടെയും അന്ത്യത്തിൽ കലാശിക്കുകയും ചെയ്യും. അതറിയാവുന്ന മാർക്ക് അടുത്ത നിമിഷത്തിൽ ഒന്ന് വേഗത്തിൽ ഒഴിഞ്ഞു മാറി അതിൽ ശക്തനെന്ന് തോന്നിയ ഔഗറുടെ തൊട്ടു മുന്നിലെത്തി. ആ ഔഗറുടെ മുന്നിൽ നിന്ന് ഓരോ തവണയും ഒഴിഞ്ഞു മാറിക്കൊണ്ടിരുന്ന മാർക്കിപ്പോൾ ആ ഔഗറിന്റെ തൊട്ടു മുന്നിലെത്തിയപ്പോൾ ആ ഔഗറിന്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു. ശരിക്കും ഒരു യോദ്ധാവിന്റെ ലക്ഷണം അയാൾ മാർക്കിൽ കണ്ടതാണ്. ആ ഔഗർ മനുഷ്യനെ പോലെ തന്നെ രൂപവും ഭാവമുള്ള ആ ഔഗർ പെട്ടെന്ന് അതിൻ്റെ ഇരു കൈകളും രണ്ട് വശത്തേക്കും വിരിച്ചിട്ട് ഒരു കൊച്ചുകുട്ടിയെ എടുക്കുന്നത് പോലെ അതിവേഗതയിൽ മാർക്കിനെതിരെ ആ രണ്ട് കൈയും കൂട്ടിക്കൊണ്ടുവന്നു. മാർക്കിനെ ഒറ്റയടിക്ക് ആ കൈക്കുള്ളിലിട്ട് ഞെരുക്കി തീർക്കുക എന്നുള്ള ഒരു തന്ത്രമാണ് ഔഗർ കാണിച്ചത്. പക്ഷെ അങ്ങനെ കൂട്ടിയടിച്ചതും മാർക്ക് മുന്നോട്ട് കുതിച്ചു ഒരേ നിമിഷത്തിലാണ്. അതിൻ്റെ കൈകൾ കൂട്ടിയിടിക്കുമ്പോൾ ശരിക്കും മാർക്ക് ആ കൈകൾക്ക് അകത്തുണ്ട്. അവിടെയുള്ള മാർക്ക് ആ ഔഗറിന്റെ കാൽമുട്ടിൽ ചവിട്ടി മുന്നിലേക്ക് പാഞ്ഞു കയറി തൻ്റെ കയ്യിലിരുന്ന കത്തി കൊണ്ട് അതിൻ്റെ നെഞ്ചിൽ ആഞ്ഞൊരൊറ്റ കുത്തു. മാർക്ക് എൻ്റെ നെഞ്ചിൽ ആഞ്ഞു കുത്തുമ്പോൾ ശരിക്കും മാർക്കിന് അപ്പുറത്തുകൂടി ആ ഔഗർ രണ്ട് കൈ കൊണ്ട് മാർക്കിനെ പിടിക്കാൻ ശ്രമിച്ചിരിക്കുകയായിരുന്നു. ആ കൈക്കുള്ളിൽ തന്നെയാണ് മാർക്ക്. മാർക്ക് അതിവേഗതയിൽ ആ ഔഗറിന്റെ നെഞ്ചിലേക്ക് ആഞ്ഞു കുത്തിയതിനു ശേഷം താഴേക്ക് ഒരൊറ്റ ചാട്ടം. ശരിക്കും അപ്രതീക്ഷിതമായി
അതിൻ്റെ നെഞ്ചിലേക്ക് മാർക്കിൻ്റെ കത്തി ഒന്ന് കയറി ഇറങ്ങിയതും അത് ഒന്ന് അലറി. അതിൻ്റെ ആ അലർച്ച മുകളിൽ മല പരിശോധിക്കുന്ന ആ രണ്ട് കറുത്ത ഡ്രാഗണുകളുടെയും ശ്രദ്ധ പിടിച്ചു പറ്റി. പെട്ടെന്ന് ഒരു കൊടുങ്കാറ്റ് പോലെ ആ ഡ്രാഗണുകൾ താഴേക്ക് പാഞ്ഞു. പക്ഷെ ഈ നിമിഷത്തിൽ ആ കുത്തേറ്റ് ആ ഔഗർ താഴേക്ക് വീണ് കഴിഞ്ഞു. ആ ഔഗർക്ക് ആ കുത്ത് ശരിക്കും മാരകമായി അനുഭവപ്പെട്ടതുകൊണ്ട് അത് താഴേക്ക് വീണ ആ നിമിഷത്തിൽ മാർക്ക് കിട്ടിയ ചാൻസിൽ അതിൻ്റെ കഴുത്ത് മുറിക്കുകയും ചെയ്തു. ആ നിമിഷത്തിൽ മാർക്കിന്റെ ബോഡിയിലേക്ക് ആ ഔഗറുടെ ഡിവൈൻ എനർജി പാഞ്ഞു കയറുകയാണ്. ആ സെയിന്റ് എനർജി മാർക്കിന്റെ ബോഡിയിലേക്ക് കയറിയതും മാർക്ക് ആ എനർജി നേരെ ചാനലൈസ് ചെയ്ത് മാർക്കിന്റെ ആ ഡിവൈൻ ഐയിലെ സെക്കൻഡ് ലെവലിലേക്കാണ്. സെക്കൻഡ് ലെവലിലേക്ക് ആ സെയിന്റ് എനർജി മുഴുവൻ കേന്ദ്രീകരിക്കപ്പെട്ടതും ആ ബ്ലാക്ക് ഡ്രാഗണുകൾ സ്ഥലത്തെത്തിയതും ഒരേ നിമിഷത്തിലാണ്. ആ ഡ്രാഗണുകൾ മാർക്കിന്റെ അടുത്തെത്തിയതും മാർക്കിന്റെ ആ ഡിവൈൻ ഐയുടെ സെക്കൻഡ് ലെവല് ഒന്ന് ആക്റ്റീവാക്കി മാർക്ക് ആ ഡ്രാഗണുകൾ നോക്കിയതും മാർക്കിന്റെ കണ്ണിൽ നിന്ന് രണ്ട് ലൈൻ പ്രകാശം അതിവേഗം ആ രണ്ട് ഡ്രാഗണുകളിലും പതിച്ചു. ശരിക്കും ആ ഡ്രാഗണുകൾ മലയിൽ നിന്ന് പറന്നിറങ്ങി മാർക്കിന്റെ മുന്നിൽ ഒന്ന് ലാൻഡ് ചെയ്തേ ഉള്ളൂ. ആ നിമിഷത്തിൽ മാർക്കിന്റെ ആ ഡിവൈൻ ഐയുടെ രണ്ട് റേസ് ആ രണ്ട് ഡ്രാഗന്റെ തലയിൽ പതിച്ചതും അവയുടെ തല ചിതറി. ശരിക്കും യാവോ ചക്രവർത്തി മാർക്കിനോട് പറഞ്ഞതുപോലെ മാർക്കിന്റെ ആ ഡിവൈൻ ഐയുടെ പവർ വൻതോതിൽ കൂടിയിരിക്കുകയാണ്. ഒരു രക്ഷയുമില്ലാതെ വരുമ്പോൾ ആ മെറീഡ് മാനിഫെസ്റ്റേഷൻ കേസ് ഉപയോഗിക്കണമെന്ന് മാർക്കിനോട് കഴിഞ്ഞ തവണ ആ മിസ്സി ഫോറസ്റ്റിൽ പോയപ്പോൾ യാവോ ചക്രവർത്തി പറഞ്ഞതാണ്. അന്ന് മിസ്സി ഫോറസ്റ്റിൽ വെച്ച് അങ്ങനെ ആ മെറീഡ് മാനിഫെസ്റ്റേഷൻ കേസ് മാർക്കിന് വേണ്ടി വന്നില്ല. ശരിക്കും പ്രവചനാതീതമായ ഒരു നോട്ടം, അതാണ് ഈ മെറീഡ് മാനിഫെസ്റ്റേഷൻ കേസ് എന്ന് പറയുന്നത്. മാർക്കിന്റെ ആ നോട്ടം റേസായി മാറുകയാണ്. പവർഫുൾ ലേസർ രശ്മികൾ പോലെ ആ റേസ് എതിരാളിയുടെ തലയിലേക്ക് അങ്ങ് തറച്ചു കയറും. അങ്ങനെ തറച്ചു കയറിയതും ആ രണ്ട് ഡ്രാഗണുകളും താഴേക്ക് വീണു. ആ ഡ്രാഗണുകൾ താഴേക്ക് വീണതും അവയുടെ എനർജി കൂടി മാർക്കിന്റെ ബോഡിയിലേക്ക് കയറി. മാർക്ക് ആ എനർജിയുടെ ഒരു ഭാഗം ചാനലൈസ് ചെയ്തത് സ്വന്തം കയ്യിലേക്കാണ്. കയ്യിലേക്ക് അമാനുഷ്യമായ കരുത്ത് കയറി വന്ന ആ നിമിഷത്തിൽ മാർക്കിനെ അറ്റാക്ക് ചെയ്യാനായി മുന്നോട്ട് കുതിച്ച ആ രണ്ടാമത്തെ ഔഗർ മാർക്കിന്റെ അതിശക്തമായ ഒരു പഞ്ച് ഏറ്റുവാങ്ങിക്കഴിഞ്ഞു. മാർക്കിന്റെ അതിശക്തമായ ഇടി ആ ഔഗറുടെ കഴുത്തിൽ വരത്തക്ക രീതിയിൽ മാർക്ക് ചാടി ഉയർന്നാണ് ഇടിച്ചത്. ഇതൊക്കെ അതിവേഗത്തിലാണ് നടന്നത്. ഈ സെയിന്റ് കിങ്ഡത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത, ഒരു ആള് കൊല്ലപ്പെട്ടാൽ അത് ജീവിയാണെങ്കിലും മനുഷ്യനാണെങ്കിലും ആ നിമിഷത്തിൽ ആ സെക്കൻഡിൽ അയാളുടെ സെയിന്റ് എനർജി ആരാണോ കൊന്നത് അയാളുടെ ബോഡിയിലേക്ക് കയറുമെന്നുള്ളതാണ്. ആ ശൈലിയിലാണ് അവിടുത്തെ റൂളുകൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ചെങ് ഷിവാങ് ആ ശൈലിയിൽ സെറ്റ് ചെയ്തിരിക്കുന്ന റൂളിനെ ഓവർകം ചെയ്യാൻ ആർക്കും പറ്റത്തില്ല. മാർക്കിന്റെ ബോഡിയിലേക്ക് ആ രണ്ട് ബ്ലാക്ക് ഡ്രാഗണുകളുടെ ഊർജം കയറിയപ്പോൾ അത് മാർക്ക് ആ കയ്യിലെത്തിച്ച് നേടിയ ആ ശക്തി അത് മതിയായിരുന്നു ആ ഔഗറുടെ കഴുത്ത് പൂർണ്ണമായി ഓടിക്കാൻ. മാർക്കിന്റെ അതിശക്തമായ ആ ഇടിയിൽ ആ ഔഗറുടെ കഴുത്ത് രണ്ടായി ഒടിഞ്ഞു. കഴുത്തൊടിഞ്ഞ് താഴേക്ക് വീണ ആ ഔഗർ അവസാന ശ്വാസം എടുക്കും മുമ്പ് മാർക്ക് അതിൻ്റെ തല വലിച്ച് പൊഴുതിരുന്നു. ആ നിമിഷത്തിൽ ആ ഔഗറുടെ ബോഡിയിൽ നിന്നും മാർക്കിന്റെ ബോഡിയിലേക്ക് ശരിക്കും സെയിന്റ് എനർജി കയറി. ആ സെയിന്റ് എനർജി മാർക്കിന്റെ ബോഡിയിലേക്ക് കയറിയതും മാർക്ക് ആ എൻറ്റയർ എനർജി മാർക്കിന്റെ കാലിലേക്ക് ഒന്ന് ചാനലൈസ് ചെയ്തു. ചാനലൈസ് ചെയ്യപ്പെട്ട ആ എനർജി മാർക്കിന്റെ കാലുകൾക്ക് വൻ ഊർജം പ്രദാനം ചെയ്തതും മാർക്ക് ഒരൊറ്റ ഓട്ടം. അങ്ങനെ ഓടുമ്പോൾ മാർക്കിന് കാടിനകത്ത് പല ഭാഗത്തുനിന്നായിട്ട് അനക്കം ഉണ്ടാകുന്നത് കാണാൻ പറ്റുന്നുണ്ട്. ഔഗറുകളും ഡ്രാഗണുകളും ഒന്നിച്ച് പല മേഖലയിൽ നിന്നും അപായ സൂചന അറിഞ്ഞിട്ട് ആ സംഘടന നടന്ന ഭാഗത്തേക്ക് കുതിക്കുകയാണെന്ന് മനസ്സിലാക്കിയ മാർക്ക് അതിവേഗതയിൽ തൻ്റെ കാലിലേക്ക് പൂർണ്ണ ഊർജം കേന്ദ്രീകരിച്ചുകൊണ്ട് ആ ടണലിൻ്റെ ഭാഗത്തേക്ക് ഓടിയെത്തി. ശരിക്കും മാർക്ക് ആ ടണലിനകത്തേക്ക് പറന്ന് വീഴുകയായിരുന്നു. മാർക്ക് ആ ടണലിനകത്തേക്ക് പറന്ന് വീണതും ഈ കാഴ്ച വീക്ഷിക്കുന്ന ഷെൻക്യൂന പെട്ടെന്ന് ആ ടണലിൻ്റെ മുഖം അടച്ചു. ശരിക്കും അവർ ആ ടണലിൻ്റെ മുഖം അടയ്ക്കുമ്പോൾ ആ കാടിനകത്തുള്ള ആൾക്കാർക്ക് അങ്ങനെ ഒരു ടണല് അവിടെ ഉണ്ടെന്ന് അറിയാൻ പോലും പറ്റാത്ത ശൈലിയിൽ ആ ടണല് പൂർണ്ണമായി കാടിൻ്റെ ഭാഗമായി മാറി. അകത്തേക്ക് വീണ മാർക്ക് ഫെല്ലർ ശരിക്കും കിതയ്ക്കുന്നുണ്ട്. മാർക്കിൻ്റെ അടുത്ത് തന്നെ ഇരിക്കുന്ന ഊവെ മാർക്കിനെ പിടിച്ചു കുലിക്കുകയാണ്. മാർക്കിനെ അവർ പിടിച്ചു കുലിക്കുമ്പോൾ
മാർക്ക് കുറച്ച് സമയമെടുത്ത് ഒന്ന് ശ്വാസം നേരെ വിടാൻ. ഒരു ജീവൻ മരണ പോരാട്ടമല്ല, ഒരു ജീവൻ മരണ ഓട്ടമാണ് മാർക്ക് നടത്തിയത്. ഏതാനും സെക്കൻഡുകൾ മാർക്ക് താമസിച്ചിരുന്നെങ്കിൽ ആ ചണലിന് മുന്നിൽ വെച്ച് മാർക്ക് പിടിക്കപ്പെടുമായിരുന്നു. മാർക്കിന്റെ അടുത്തേക്ക് ഓടി എത്തിക്കൊണ്ടിരുന്ന 2 ഡ്രാഗണുകൾ ഈ സമയം മാർക്ക് കയറിയ ചണല് കടന്ന് ഒന്നാമത്തെ ചണലിന്റെ അടുത്തെത്തിയിരുന്നു. ഒന്നാമത്തെ ചണലിന്റെ അടുത്ത് അവരെത്തുമ്പോൾ നേരത്തെ ഒന്നാമത്തെ ചണൽ വഴി പുറത്തേക്ക് വന്ന ആ 4 സംഘം അനവധി ഇൻഫർമേഷൻ കളക്ട് ചെയ്തിട്ട് മടങ്ങിപ്പോകാനായി ഒന്നാമത്തെ ടവറിന്റെ അടുത്ത് എത്തിയ സമയമാണ്. ആ 4 സംഘത്തിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമ്പോൾ ആ ഡ്രാഗണുകൾ അവരെ കണ്ടു കഴിഞ്ഞു. ശരിക്കും അവർക്ക് ടണലിനകത്തേക്ക് അടക്കാനോ വാതിലടയ്ക്കാനോ ഉള്ള സമയം കിട്ടുമ്പോൾ ഡ്രാഗണുകൾ ആ 4 പേരെയും പോക്കി. പക്ഷെ ആ 4 സംഘം ഒരു കാര്യം മാത്രം ചെയ്തു. ആ ടണൽ അവര് ആ സമയത്ത് ഓപ്പൺ ആക്കിയില്ല. ടണൽ അവിടെ ഓപ്പൺ ആക്കി വെച്ചിരുന്നുവെങ്കിൽ ഉറപ്പായും അവിടെ ഒരു ടണലുള്ള കാര്യം ആ സമയത്ത് ആ ഡ്രാഗണുകൾ തിരിച്ചറിഞ്ഞനെ. ഡ്രാഗണുകൾ തങ്ങളെ കണ്ടു എന്ന് തോന്നിയത് കൊണ്ടാണ് ആ 4 സംഘം ടണൽ ഓപ്പൺ ചെയ്യായിരുന്നത്. ഏതരം സെക്കൻഡുകൾ മാത്രമാണ് ആ 4 പേർക്കും ആ ഡ്രാഗണുകളോട് പിടിച്ചിരിക്കാൻ പറ്റിയത്. അവിടെ ആ സംഭവവികാസം അങ്ങനെ നടക്കുമ്പോൾ മാർക്ക് ഷെൻ ക്യൂനോട് പറഞ്ഞു, നമുക്ക് മൂവ് ചെയ്യാം. അതിവേഗം ആ ടീം ആ ടണലിനകത്തൂടി കോട്ടയ്ക്കകത്തേക്ക് നടന്നു തുടങ്ങി. കോട്ടയ്ക്കകത്തേക്ക് അവർ നടന്നു കയറുമ്പോൾ കാവൽക്കാർക്ക് വളർത്തൊരു അതിശയം. സാധാരണഗതിയിൽ സ്കൗട്ടിന് പോകുന്ന ആളുകൾ പോകുന്ന വഴിക്ക് കളക്ട് ചെയ്യുന്ന ഇൻഫർമേഷൻ ലൈവായി ആ കോട്ടയ്ക്കകത്ത് കിട്ടുമെങ്കിലും ഒരാളും മടങ്ങി വരാറില്ല. പോകുന്ന ആളുകളൊക്കെ ഡ്രാഗണുകളുടെ കയ്യാൽ അല്ലെങ്കിൽ ആ ഔഗറുടെ കയ്യാൽ കൊല്ലപ്പെടും. ഇതിപ്പോൾ ആദ്യമായിട്ടാണ് ഒരു 5 ടീം മടങ്ങി വരുന്നത്. അതുകൊണ്ട് തന്നെ ആ സോൾജേഴ്സിന് പെട്ടെന്ന് വല്ലാത്തൊരു സന്തോഷമുണ്ടായി. അവർ ആ 5 പേരെയും അകത്തേക്ക് വലിച്ചു കയറ്റിയതിനു ശേഷം അവരോട് പറഞ്ഞു, നിങ്ങൾക്കൊക്കെ ഒരുപാട് മിലിറ്ററി പോയിന്റുകൾ അലോട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും, നേരെ സ്റ്റോറിലേക്ക് ചെല്ലും. ഈ സമയത്ത് അവിടെ താഴ്വരയിൽ സീഫറുടെ തൊട്ടു മുന്നിലേക്ക് ഒരു മനുഷ്യനെത്തി. അതെ, അയാളൊരു മനുഷ്യനാണ്. വന്ന ആള് സീഫറെ ഒന്ന് തൊഴുതതും സീഫർ അപരിചിതനെ ഒന്ന് സൂക്ഷിച്ചു നോക്കുമ്പോൾ അയാൾ സീഫറോട് പറഞ്ഞു, സീഫർ, ഇവിടേക്ക് അതിക്രമിച്ച് കയറാൻ ശ്രമിച്ച ആളെ എന്തേ കൊല്ലാതെ വിട്ടത്? സീഫർ നേരത്തെ മാർക്ക് ഫെല്ലർ ഇരുന്ന ആ മലയുടെ മുകൾ ഭാഗം അങ്ങ് കട്ട് ചെയ്യുകയായിരുന്നു. വേണമെങ്കിൽ സീഫർക്ക് തൊട്ട് താഴെയുള്ള മാർക്ക് ഇരുന്ന ഭാഗത്ത് അയാളുടെ ആ റേസ് അയക്കാമായിരുന്നു. എന്തുകൊണ്ട് അത് അയച്ചില്ല എന്ന ചോദ്യമാണ് ആ വന്ന അപരിചിതൻ സീഫറോട് ചോദിച്ചത്. സീഫർ ആ അപരിചിതനെ ഒന്ന് നോക്കിയിട്ട് അയാളോടായി പറഞ്ഞു, ഇവിടെ ഔട്ട്സൈഡേഴ്സ് തമ്മിലുള്ള യുദ്ധം അനുവദിക്കപ്പെട്ടിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ അവനെ വെറുതെ വിട്ടത്. സീഫർ ഒരു ഔട്ട്സൈഡറാണ്, മാർക്ക് ഫെല്ലറും ഔട്ട്സൈഡറാണ്. 2 ഔട്ട്സൈഡേഴ്സ് തമ്മിൽ ആ കാട്ടിൽ ഒരു യുദ്ധം അനുവദിക്കപ്പെട്ടിട്ടില്ല എന്നാണ് സീഫർ പറഞ്ഞതിൻ്റെ രത്ന ചുരുക്കം. അത് കേട്ടതും ആ മനുഷ്യൻ പറഞ്ഞു, എൻ്റെ സെയിൻറ്റ് സിയാങ് ഇപ്പോൾ മോട്ട്റൈസിൻ്റെ ഭാഗമാണ്. അദ്ദേഹത്തിന് നമ്മുടെ ഈ സ്ഥലത്തേക്ക് അതിക്രമിച്ച് കയറിയ ആ മനുഷ്യനെ അങ്ങനെ വെറുതെ വിട്ടത് ഇഷ്ടമാകുന്നു എനിക്ക് തോന്നുന്നില്ല. റോസ്, അയാളെ നമുക്ക് ഇനിയും കിട്ടും. അവിടേക്ക് വന്നത് ഒരു മനുഷ്യനാണെന്ന് സീഫർക്ക് നല്ല ഉറപ്പാണ്. സീഫർ ആ മനുഷ്യന്റെ ഓറ കൃത്യമായി ഐഡന്റിഫൈ ചെയ്താണ്. സീഫർക്ക് ശരിക്കും അൺബിലീവബിൾ ആയിട്ടുള്ള ഒരു അമാനുഷിക ശേഷിയുണ്ട്, ഒരു ദൈവിക ശേഷി എന്ന് പറയാം. ഒത്തിരി ദൂരത്തുള്ള ഗന്ധം സീഫർക്ക് തിരിച്ചറിയാൻ പറ്റും, ഓറയും തിരിച്ചറിയാൻ പറ്റും, അതിനെ വിശകലനം നടത്താനും പറ്റും. അങ്ങനെ വിശകലനം നടത്തിയപ്പോൾ മാർക്ക് ഫെല്ലർ ഒരു മനുഷ്യനാണെന്നുള്ള കാര്യം സീഫർക്ക് മനസ്സിലായിരുന്നു. അതുകൊണ്ടാണ് സീഫർ റോസ് എന്ന് വിളിക്കപ്പെട്ട ആ ആളോട് അങ്ങനെ പറഞ്ഞത്. റോസ് സാക്ഷാൽ സി യാങ്ങിന്റെ പ്രധാന വക്താവാണ്. മിസ്റ്റീരിയസ് ഹെവൻലി സോഡ് സെക്ഷനെ നാമാവശേഷമാക്കിയ അതേ സെയിന്റ് സിയാങ്. സിയാങ്ങിന് ഒരു സെയിന്റ് കിങ്ഡം ഉണ്ട്. ആ സെയിന്റ് കിങ്ഡത്തിൽ നിന്നാണ് ഈ റോസിനെ സിയാങ് ഇവിടേക്ക് അയച്ചിരിക്കുന്നത്. ഈ മിസ്റ്റീരിയസ് ആയിട്ടുള്ള സെയിന്റ് കിങ്ഡത്തെ പിടിച്ചു നിൽക്കാൻ സിയാങ്ങിനും താല്പര്യമുണ്ട്. സിയാങ്ങും അതുപോലെ ആ ക്യൂൻ കുടുംബത്തിലെ ജനറലും മോട്ട്റൈസിലെ ഷിമോജിയും ഡയമണ്ട് സെയിന്റ് കിങ്ഡത്തിലെ ആ മന്ത്രവാദിനിയും അതുപോലെ മനുഷ്യരുടെ ഭാഗമായിട്ടുള്ള ഷൂ ഷിങ്ങും ഒക്കെ ശരിക്കും ഈ സെയിന്റ് കിങ്ഡത്തിന്റെ അധികാരം ആഗ്രഹിക്കുന്നവരാണ്. അവർ സ്വയം അധികാരം പിടിക്കുന്നതിന് പകരം അവർക്ക് വേണ്ടപ്പെട്ട ആളുകളെ കൊണ്ട് അധികാരം പിടിക്കാൻ ആഗ്രഹിക്കുന്നത്. മനുഷ്യരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്കൊക്കെ മനുഷ്യനാരെങ്കിലും അധികാരം പിടിക്കണമെന്ന് ആഗ്രഹം.
മോൺസ്റ്റേഴ്സിനും അതുപോലെ ഡീമൺസിനും ഒക്കെ അവരുമായി ബന്ധപ്പെട്ട ആളുകൾ അധികാരം പിടിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതിൻ്റെതായ ഒരു മത്സരമാണ് യഥാർത്ഥത്തിൽ നടക്കുന്നത്. അതുകൊണ്ടാണ് ആ മേഖലകളിൽ നിന്നൊക്കെ പുതിയ പുതിയ ഔട്ട്സൈഡേഴ്സ് ഈ മിസ്റ്റീരിയസ് സെയിൻലി കിങ്ഡത്തിൽ എത്തിയിരിക്കുന്നത്. ഈ മിസ്റ്റീരിയസ് സെയിൻലി കിങ്ഡത്തിന് ഒരു റൂളുണ്ട്. ആ റൂള് സെറ്റ് ചെയ്തത് ചെങ് ഷുവാങ് ആണ്. ചെങ് ഷുവാങ് ഇവിടെ ഔട്ട്സൈഡേഴ്സ് തമ്മിലുള്ള യുദ്ധം എവിടെയൊക്കെ ആകാം, എവിടെയൊക്കെ ആകാൻ പാടില്ല എന്ന് വ്യക്തമായ നിബന്ധന ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ കാടിനകത്ത് ഔട്ട്സൈഡറായ ഒരാളെ നേരിടാനുള്ള പെർമിഷൻ ഷീഫർക്ക് ഇല്ല എന്നതാണ് സത്യം. ഷീഫർ ആ കാര്യം റോസിനോട് പറഞ്ഞതും റോസ് ഷീഫറോട് പറഞ്ഞു, ഓക്കെ ഷീഫർ, നിങ്ങൾക്ക് അത് പറ്റില്ലെങ്കിലും എനിക്കത് പറ്റും. നിങ്ങൾ ഔട്ട്സൈഡർ ആണെന്ന് പറഞ്ഞെങ്കിലും യഥാർത്ഥത്തിൽ നിങ്ങളൊരു ഇൻസൈഡറാണ്. ഇൻസൈഡറായ നിങ്ങൾക്ക് ഔട്ട്സൈഡറായ ആ വ്യക്തിയെ നേരിടാൻ പറ്റില്ല. പക്ഷെ ഞാനൊരു ഔട്ട്സൈഡറാണ്, എനിക്ക് അയാളെ നേരിടാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഔട്ട്സൈഡേഴ്സ് തമ്മിലുള്ള യുദ്ധത്തിൽ ചെങ് ഷുവാങ്ങിൻ്റെ ആ റൂള് ഇടപെടില്ല. പക്ഷേ ഒരു ഇൻസൈഡറും ഔട്ട്സൈഡറും തമ്മിലുള്ള യുദ്ധം ഏതൊക്കെ സ്ഥലങ്ങളിൽ നടക്കാൻ പാടില്ല എന്നുള്ള ചെങ് ഷുവാങ്ങിൻ്റെ ആ തിയറി അത് പാലിക്കാൻ സീഫർ ബാധ്യസ്ഥനാണ്. അവിടെ ആ ശൈലിയിൽ ചർച്ച നടക്കുമ്പോൾ മാർക്ക് ഫെൽഡറും ടീമും ആ സ്റ്റോറിൽ മടങ്ങിയെത്തി. സ്റ്റോറിന്റെ മുന്നിലേക്ക് അവർ വന്നപ്പോഴാണ് അനവധി മിലിറ്ററി മെറിറ്റ് പോയിന്റുമായിട്ട് സാക്ഷാൽ ലീ യുവാൻ അവിടേക്ക് വരുന്നത്. ലീ യുവാനെ കണ്ടതും ഷെൻ ക്യൂന മുന്നോട്ട് കുതിക്കുക തന്നെ ചെയ്തു. ഷെൻ ക്യൂനയ്ക്ക് ഭയങ്കരമായ ദേഷ്യമാണ് വന്നത് ആ യുവാനെ കണ്ടപ്പോൾ. യുവാന്റെ അടുത്തേക്ക് കുതിച്ച ക്യൂന കൈ ഉയർത്തി യുവാനെ ആഞ്ഞൊരു ഇടിയിടിക്കുകയും ചെയ്തു. ആ ഇടി പ്രതീക്ഷിച്ചത് യുവാൻ ആ നിമിഷത്തിൽ ആ ഇടി മറ്റൊരു പഞ്ച് കൊണ്ട് തടുക്കുകയും ചെയ്തു. ക്യൂനയും യുവാനും തമ്മിൽ ഒരു ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് കണ്ടതും മാർക്ക് ഫെല്ലർ യുവാനെതിരെ കയറി തിരിഞ്ഞു. മാർക്ക് ഫെല്ലറുടെ കയ്യിലെ ആ സോഡ് അതിശക്തമായൊരു സോഡ് എനർജിയുമായിട്ട് യുവാന് നേരെ പാഞ്ഞു വന്നതും യുവാൻ അവൻ്റെ ഡിഫൻസ് മെക്കാനിസം ആക്ടിവേറ്റ് ചെയ്തു. മാർക്കും യുവാനും തമ്മിൽ ഒരു യുദ്ധം ഇതാ നടക്കാൻ പോവുകയാണ്. അത് കണ്ടതും സോൾജേഴ്സ് അവർ രണ്ടുപേരും ആ കോറിഡോറിൽ നിന്ന് തുറസായ സ്ഥലത്തേക്ക് പ്രസ് ചെയ്ത് മാറ്റി. ശരിക്കും ആ സോൾജേഴ്സ് എന്ത് ടെക്നിക്കാണ് അവിടെ ഉപയോഗിച്ചതെന്ന് വെച്ചാൽ ആർക്കും അറിയില്ല. അവർ കയ്യിൽ നനയ്ക്കിയതും മാർക്കും യുവാനും ആ തുറസായ സ്ഥലത്തേക്ക് തെറിക്കുകയായിരുന്നു. അവിടെ എത്തിയ മാർക്ക് ഫെല്ലർ മുന്നോട്ട് കുതിച്ച് ഒരൊറ്റ വെട്ട്. ആ വെട്ട് തൻ്റെ കയ്യിലുള്ള മാന്ത്രിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് യുവാൻ തടുത്തെങ്കിലും യുവാന്റെ ബോഡിയിൽ നിന്ന് രക്തം ചിതറി. രക്തം ചിതറുന്ന സമയത്ത് യുവാൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക് സോറി, ഞാൻ കാര്യം പറയാം. മാർക്ക് രണ്ടാമതും ആ സോഡ് ഉയർത്താൻ ശ്രമിച്ചപ്പോൾ യുവാൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഈ കോട്ടയ്ക്കുള്ളിൽ ഔട്ട്സൈഡേഴ്സ് തമ്മിലുള്ള യുദ്ധം അനുവദിക്കപ്പെടില്ല. ഏതുവരെ ഔട്ട്സൈഡേഴ്സ് തമ്മിലുള്ള യുദ്ധം ആകാമെന്ന് ആ കോട്ടയ്ക്കുള്ളിൽ ഒരു നിയമമുണ്ട്. കോട്ടയ്ക്കുള്ളിൽ യുവാനെ കൊല്ലാൻ മാർക്കിന് പറ്റില്ല എന്നാണ് യുവാൻ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം. അത് കേട്ടതും മാർക്ക് ആ കഠാര പിൻവലിച്ചു. മാർക്ക് യുവാൻ അത് സൂക്ഷിച്ചു നോക്കിയതും യുവാൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഞാൻ ആദ്യമേ സോറി പറയുകയാണ്. എൻ്റെ ലക്ഷ്യം പരമാവധി മിലിറ്ററി പോയിന്റുകളായിരുന്നു. നിങ്ങളെ ഞാൻ ഒഴിവാക്കി പോയത് വളരെ ആലോചിച്ച് ഞാൻ എടുത്തൊരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഏയ് യുവൻ, നീ എന്താ ഞങ്ങളെ കബളിപ്പിക്കുകയാണോ? മാർക്ക്, അങ്ങനെയല്ല. ഞാൻ കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന മെറിറ്റ് പോയിന്റുകൾ ലഭിക്കാൻ സാധ്യത കുറവാണ്. ഞാൻ മാറിയപ്പോഴാണ് നിങ്ങളെ ആ ഔഗ്രകളും ഡ്രാഗണുകളും കണ്ടത്. ഞാൻ യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് പോയിന്റ് കിട്ടാൻ വേണ്ടി ഒന്ന് മാറിയതാണ്. വളരെ രസകരമായ ഒരു കഥയാണ് ഈ യുവാൻ മാർക്കിനോട് കൂട്ടരോടും പറയുന്നത്. മാർക്കിനും കൂട്ടർക്കും മിലിറ്ററി പോയിന്റുകൾ ലഭിക്കാൻ വേണ്ടി അവൻ മാറി ഒരു അവസരം ഉണ്ടാക്കിയതാണ്. അവൻ്റെ കൈവശമുള്ള ആ മെഴുകുതിരികൾ കൊളുത്തി വെക്കുന്നിടത്തോളം കാലം അവനെയും മാർക്കിനെയും ആരും കാണത്തില്ല. അങ്ങനെ കാണാതിരുന്നാൽ മാർക്കിനും അവനും ഒക്കെ കുറച്ച് പോയിന്റുകൾ ലഭിക്കുന്നേ ഉള്ളൂ. പക്ഷേ ആ ഔഗ്രകളെ നേരിട്ട്, ഡ്രാഗണുകൾ നേരിട്ട് മാർക്കും ടീമും നേടിയ ഒരു സ്ട്രെങ്ത് ഉണ്ട്. ഒരു സെയിന്റ് എനർജി വഴി ലഭിച്ചിരിക്കുന്ന സ്ട്രെങ്ത്, മിലിറ്ററി പോയിന്റുകൾക്ക് അപ്പുറത്ത് അവർക്ക് ലഭിച്ചിരിക്കുന്ന ആ എനർജിയും ആ ഫൈറ്റിംഗ് എബിലിറ്റിയും ഒക്കെ ലീ യുവാൻ ആ മെഴുകുതിരിയുമായി അവർക്കൊപ്പം നടന്നിരുന്നുവെങ്കിൽ അവർക്ക് ലഭിക്കാതെ പോയേനെ. ലീ യുവാൻ തന്റെ ഐഡിയ വിശദമാക്കിയതും ഷെൻ ക്യൂനയും ഒക്കെ അത് വിശ്വസിക്കണോ വേണ്ടയോ എന്നുള്ള ഒരു സംശയത്തിലാണ്. മാർക്ക് ലീ യുവാനോട് പറഞ്ഞു, ഏയ്, ഇനി ഈ ശൈലിയിൽ നീ ഞങ്ങളെ കബളിപ്പിക്കാൻ നിന്നാൽ യുവാൻ, കോട്ടയ്ക്ക് പുറത്ത് നമ്മൾ എത്തും എന്നുള്ള കാര്യം മറക്കരുത്. കോട്ടയ്ക്കുള്ളിൽ വെച്ച് യുവാനെ കൊല്ലാനേ മാർക്കിന് തടസ്സമുള്ളൂ. കോട്ടയ്ക്ക് പുറത്തു വെച്ച്
യുവാനെ കൊല്ലാൻ മാർക്കിനൊരു തടസ്സവുമില്ല. ഒരു ഇൻസൈഡർക്ക് ആ സീഫറുടെ കാട്ടിനകത്ത് വെച്ച് ഒരു ഔട്ട്സൈഡറെ കൊല്ലാൻ ഒരു തടസ്സമുണ്ട്. ആ ഇൻസൈഡർ തന്നെ പല ശൈലിയുണ്ട്. ആ ഡീമനുകളുടെ ഭാഗമായ ഡ്രാഗണുകൾക്കോ മോൺസ്റ്ററിന്റെ ഭാഗമായ ഔഗറിനോ മാർക്കിനെ കൊല്ലാൻ ഒരു ബുദ്ധിമുട്ടുമില്ല, അല്ലെങ്കിൽ ഔട്ട്സൈഡറെ കൊല്ലാൻ ബുദ്ധിമുട്ടില്ല. എന്നാൽ ഇവരുടെ തലവനായ സീഫർക്ക് ഒരു തടസ്സം. പല തരത്തിലുമുള്ള റൂളുകളാണ് ഈ ചെങ് ഷുവാങ് ശരിക്കും ഈ കിങ്ഡം നേരെ കൊണ്ടുപോകാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നത്. ആ റൂളുകൾ ആരെങ്കിലും ബ്രേക്ക് ചെയ്താൽ ആ നിമിഷം അയാൾ കൊല്ലപ്പെടും. അത് അവർക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ യുവാൻ പറഞ്ഞപ്പോൾ ഒന്ന് അടങ്ങിയത്. അവിടെ അദൃശ്യമായ ഒരു നിയന്ത്രിത സംവിധാനമുണ്ട്. ആ സംവിധാനം നിർമ്മിച്ചിരിക്കുന്നതും മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നതും ചെങ് ഷുവാങ് ആണ്. ചെങ് ഷുവാങ്ങിൻ്റെ ആ അദൃശ്യമായ ആ കൺട്രോൾ, കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്ന ആ അദൃശ്യ കൺട്രോൾ, അത് കൈക്കലാക്കണമെങ്കിൽ 81 സെയിന്റ് ഹാർട്ടുകൾ വേണം. മാർക്കിന്റെ ഉള്ളിൽ ഒരെണ്ണം ഉണ്ട്, ബാക്കി 80 എണ്ണം കിട്ടണം. പലരുടെ കയ്യിലും ഓരോന്നുണ്ടെന്ന് അർത്ഥം. അത് എവിടെ നിന്ന് കണ്ടുപിടിക്കാം എന്നറിയാനാണ് സകല ആളുകളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. 81 ആ ഹാർട്ടുകളുമായി ആ സെയിന്റ് കിങ്ഡത്തിന്റെ അധികാരിയാകുന്ന ആ നിമിഷം, അതാണ് പലരും സ്വപ്നം കാണുന്നത്. മാർക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ആലോചിക്കുന്നില്ല. മാർക്കിന് ഇപ്പോൾ ഒരു ദൗത്യം പൂർത്തീകരിക്കാനുണ്ട്. ആ കോട്ടയ്ക്കുള്ളിലെ നിലവറയിൽ ഉള്ള ഒരാളെ കണ്ട് അയാളെ പുറത്തെത്തിക്കണം. അതാണ് മാർക്കിന് ടിയാൻജി നൽകിയിരിക്കുന്ന ദൗത്യം. ടിയാൻജി ആ ദൗത്യം നൽകിയിരിക്കുന്നത് സൂഷിങ് പറഞ്ഞതുകൊണ്ടാണ് മാർക്ക് യഥാർത്ഥത്തിൽ ആ നിലവറ അന്വേഷിച്ചു തുടങ്ങിയത്. സൂഷിങ് ഒരു കാര്യം പറയുന്നത് മാർക്കിന്റെ നന്മയ്ക്ക് വേണ്ടിയായിരിക്കുമെന്ന് മാർക്കിന് സൂഷിങ്ങിനെ പരിചയപ്പെട്ടത് മുതൽ ഉറപ്പാണ്. മാർക്കും കൂട്ടരും അവരുടെ കയ്യിലുള്ള മെറിറ്റ് പോയിന്റുകൾ കൊടുത്ത് പല സാധനങ്ങളും വാങ്ങിച്ചു. നല്ല നീളമുള്ള കത്തിയും അതുപോലെ പലതരത്തിലുള്ള മാന്ത്രിക ആയുധങ്ങളും വാങ്ങിച്ച ആ ആളുകളോടായി ലീ യുവാൻ പറഞ്ഞു, നോക്ക്, ഇവിടെ ഇഷ്ടംപോലെ പിൽസ് കിട്ടും. ഈ ആയുധങ്ങൾ മാത്രമല്ല നിങ്ങളുടെ ശക്തി കൂട്ടുക. അവിടെ സോൾ കണ്ടൻസിങ് പില്ലുണ്ട്, സോൾ സ്ട്രെങ്തനിങ് പില്ലുണ്ട്, ബോഡി സ്ട്രെങ്തനിങ് പില്ലുണ്ട്. പലതരത്തിലുള്ള മരുന്നുകളാണ്. ഡിവൈൻ സെൻസിനെ ശക്തമാക്കുന്നത്, സോളിനെ ശക്തമാക്കുന്നത്, ബോഡിയെ ശക്തമാക്കുന്നത്. അതിന് തന്നെ പല വകഭേദങ്ങളുണ്ട്. മാർക്ക് ഫെല്ലർ അതിൽ പലതും തനിക്ക് ലഭിച്ച ആ മെറിറ്റ് പോയിന്റുകൾ വഴി സമ്പാദിച്ചു. മാർക്ക് അതൊക്കെ സമ്പാദിച്ചപ്പോൾ ലീ യുവാൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഇനിയും ഒരു കാര്യമുണ്ട്. അതാണ് ആ നിലവറ. ഏയ് യുവാൻ, നിലവറയിലേക്ക് പോകണമെങ്കിൽ നീ വയ്ക്കോ? മാർക്ക്, നിലവറയിലേക്ക് പോകാൻ ആരാണ് അനുയോജ്യനെന്ന് ഞാൻ എൻ്റെ ചെസ് ബോർഡ് വഴി ഒന്ന് ഗണിച്ചായിരുന്നു. അങ്ങനെ ഗണിച്ചപ്പോൾ ഒരാൾക്ക് മാത്രമേ നിലവറയിൽ പോയി തിരിച്ചു വരാൻ കഴിയുമെന്ന് ഞാൻ മനസ്സിലാക്കി. മാർക്ക്, അത് വേറെ ആരുമല്ല, അത് നീയാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ മെറിറ്റ് പോയിന്റുകൾ എല്ലാം നൽകി നിന്നെ നിലവറയിലേക്ക് അയക്കാമെന്ന് വിചാരിക്കുകയാണ്. ലീ യുവാൻ അത് പറഞ്ഞപ്പോൾ മാർക്കിന് അങ്ങോട്ട് വിശ്വാസം വരുന്നില്ല. മാർക്ക്, എനിക്കറിയാം നിനക്ക് എന്നെ വിശ്വാസമില്ല. പക്ഷെ മാർക്ക്, ഞാൻ പൂർണ്ണമായും നിനക്കൊപ്പം നിന്നുകൊണ്ട് പറയുകയാണ്, ഈ കോട്ടയ്ക്കുള്ളിൽ നിനക്ക് മാത്രമേ ആ നിലവറയ്ക്കുള്ളിലേക്ക് കടന്നിട്ട് ജീവനോടെ തിരിച്ചു വരാൻ പറ്റൂ. ലീ യുവാൻ പറയുന്ന ആ കാര്യങ്ങൾ കേട്ടപ്പോൾ മാർക്കിന് ഒരു കൺഫ്യൂഷൻ. ഒരുപാട് ആളുകൾ അവിടെ ഔട്ട്സൈഡേഴ്സായി ഉണ്ട്. അവിടെ എത്തുന്ന ഔട്ട്സൈഡേഴ്സിൽ പലരും ഇപ്പോൾ ആ കോട്ടയെ സംരക്ഷിക്കാനായി ആ കോട്ടയുടെ ഭാഗമായിട്ടുണ്ട്. അതേ ഔട്ട്സൈഡേഴ്സിനെയാണ് സീഫറെ പോലുള്ള ആളുകളെ നിരീക്ഷിക്കാനായി ആ കോട്ടയിൽ നിന്ന് വിടുന്നത്. ആ കോട്ടയിൽ അതിശക്തരായ കമാൻഡോസ് ഉണ്ട്. ആ കമാൻഡോസിന്റെ ശക്തി ഇവരുമായിട്ട് കമ്പയർ ചെയ്യാനേ പറ്റില്ല. കമാൻഡോസ് വളരെ ശക്തരാണ്. അവരൊക്കെ അവിടെ ജനിച്ചു വളർന്ന ആളുകളായതുകൊണ്ട് അവർക്ക് ചിലപ്പോൾ നിലവറയിൽ പോകാൻ പറ്റിയിരിക്കും. അങ്ങനെ ഒരു സംശയം മാർക്ക് ചോദിച്ചപ്പോൾ യുവാൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, കൂടുതൽ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ഞാൻ എൻ്റെ ചെസ് ബോർഡിൽ നമുക്കൊപ്പമുള്ള മുഴുവൻ ആളുകളുടെയും പേരുകൾ വെച്ചതിന് ശേഷം ഗെയിം കളിച്ചു നോക്കിയായിരുന്നു. മാർക്ക്, നിനക്ക് മാത്രമാണ് എൻട്രി ലഭിച്ചത്. യുവാൻ അവൻ്റെ ചെസ് ബോർഡിനകത്ത് തന്നെ പൂർണ്ണമായും വിശ്വസിക്കുകയാണ്. അവൻ്റെ ചെസ് ബോർഡിൽ അവൻ മാർക്കിനെ ഒരു കരുവാക്കിയതിന് ശേഷം ഒരു ഗെയിം കളിച്ചപ്പോൾ മാർക്കിൻ്റെ കരു മാത്രമാണ് മറുഭാഗത്തെത്തി വിജയം നേടിയത്. ഒരാളിനെ ഉന്തി കൊണ്ടുപോകുന്ന ആ കളി, യുവാൻ ഒരാൾ ഉന്തപ്പോൾ മറുഭാഗത്ത് നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് ഒരാൾ ഉന്തപ്പെടും. ആ കളിയിൽ ചെസ് കളിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ കരുക്കളും ഉപയോഗിക്കും. കണ്ടീഷൻ ഇത്രയേ ഉള്ളൂ, നമ്മൾ സെലക്ട് ചെയ്ത കരു മറുഭാഗത്തെ അവസാനത്തെ ആ കോളങ്ങളിൽ ഏതെങ്കിലും ഒന്നിലെത്തണം. ചെസ് കളിക്കുന്നവർക്കറിയാം, നമ്മൾ ഉന്തി അവിടെ എത്തിയാൽ അതൊരു രാജ്ഞിയാവും, ക്യൂനാവും. ഇവിടെ ആളെത്തിയാൽ അയാൾ വിജയിച്ചു എന്നാണ്. ഒരു ഭാഗത്ത് മാത്രം നമ്മൾ കളിച്ചാൽ മതി, മറുഭാഗത്ത് ഓട്ടോമാറ്റിക്കായിട്ട് കളി നടക്കും. മാർക്ക് ഒഴികെയുള്ള എല്ലാ ആളുകളെയും കളിക്കാരായി യുവാൻ ഉപയോഗിച്ചെങ്കിലും
അവരെല്ലാം പരാജയപ്പെടുന്നതാണ് ഇവൻ കണ്ടത്. മാർക്കിന്റെ കരു വെച്ചപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ കരു മറുഭാഗത്തെത്തി. മാർക്കിന് മാത്രമേ വിജയിക്കാൻ കഴിയൂ എന്നുള്ള ഒരു പ്രവചനമാണ് ആ ചെസ് ബോർഡ് യുവാൻ വഴി നൽകിയിരിക്കുന്നത്. യുവാൻ താൻ നടത്തിയ ഗെയിമിന്റെ വിശദാംശങ്ങൾ മാർക്കുമായി പങ്കുവച്ചു. അവസാനം മാർക്കും യുവാനും കൂടി ജനറൽ താമസിക്കുന്ന വസതിയിലെത്തി. ജനറൽ മുന്നിലേക്ക് യുവാൻ എത്തി. യുവാൻ തൻ്റെ കയ്യിലുള്ള മെറിറ്റ് പോയിന്റുകൾ മുഴുവൻ അദ്ദേഹത്തിൻ്റെ മുന്നിലേക്ക് വെച്ചു. ഒരുപാട് മിലിറ്ററി മെറിറ്റ് പോയിന്റുകളാണ് യുവാൻ നേടിയിരിക്കുന്നത്. ആ മിലിറ്ററി പോയിന്റുകൾ മതി നിലവറിലേക്ക് പോകാനുള്ള അനുവാദം ലഭിക്കാൻ. ആ പോയിന്റുകളിലേക്ക് ഒന്ന് നോക്കിയിട്ട് ജനറൽ ലീ ലീഫെങ് യുവാനോട് പറഞ്ഞു, ഏയ് ലീ യുവാൻ, ഈ മെറിറ്റ് പോയിന്റുകൾ നിനക്ക് നിലവറയിലേക്ക് പോകാനുള്ള അനുവാദം നൽകും. പക്ഷേ ഞാൻ ഒരു വാണിംഗ് നൽകാം. നിലവറയിലേക്ക് പോയിട്ടുള്ള ആരും ഇതുവരെയും മടങ്ങിയെത്തിയിട്ടില്ല. അതുകൊണ്ട് നീ ഈ റിസ്ക് എടുക്കുന്ന. അത് കേട്ടതും ലീ യുവാൻ ലീ ലീഫെങ്ങിനോട് പറഞ്ഞു, ജനറൽ ക്ഷമിക്കണം, ഞാനല്ല നിലവറിലേക്ക് പോകുന്നത്. നിലവറിലേക്ക് പോകുന്നത് മാർക്ക് ഫെല്ലറാണ്. അത് കേട്ടതും ജനറൽ തിരിഞ്ഞ് മാർക്കിനെ നോക്കി. മാർക്ക് ഈ സമയത്ത് അവർ നമ്മളെ സംഭാഷണം ശ്രദ്ധിച്ചുകൊണ്ട് അല്പം മാറി നിൽക്കുകയാണ്. മാറി നിൽക്കുന്ന മാർക്കിനെ അടുത്തേക്ക് വിളിച്ചിട്ട് ജനറൽ മാർക്കിനോട് പറഞ്ഞു, ഏയ് മാർക്ക് ഫെല്ലർ, നിലവറിലേക്ക് പോകാനുള്ള നിന്റെ തീരുമാനം എന്തുകൊണ്ടും നല്ലതാണ്. പക്ഷേ ഒരു കാര്യം നീ അറിഞ്ഞിരിക്കുക, ഇതുവരെ നിലവറിലേക്ക് പോയ ആരും മടങ്ങി എത്തിയിട്ടില്ല. അതുകൊണ്ട് തീരുമാനം എടുക്കുന്നതിന് മുന്നേ ഒരിക്കൽ കൂടി ആലോചിക്കുന്നത് നല്ലതാണ്. അത് കേട്ടതും മാർക്ക് ജനറലോട് പറഞ്ഞു, ജനറൽ, ഞാൻ എന്തായാലും തീരുമാനിച്ചു കഴിഞ്ഞു. അങ്ങനെ മാർക്ക് തീർത്തു പറഞ്ഞതും ജനറൽ മാർക്കിനോടായി പറഞ്ഞു, ഓക്കെ മാർക്ക്, അങ്ങനെയാണെങ്കിൽ ഭടന്മാർക്കൊപ്പം നിലവറ വാതിൽക്കിലേക്ക് നടന്നോളൂ. മാർക്ക് ഫെല്ലറും ലീ യുവാനും അവിടുന്ന് പുറത്തിറങ്ങി സെക്യൂരിറ്റിക്കാരുടെ അടുത്തെത്തുമ്പോൾ അവർക്ക് നിർദ്ദേശം കിട്ടിക്കഴിഞ്ഞു. അവര് ലീ യുവാനെയും മാർക്കിനെയും ഒന്ന് സൂക്ഷിച്ചു നോക്കിയിട്ട് അവരോട് ചോദിച്ചു, ഉറപ്പായിട്ടും നിലവറിലേക്ക് തന്നെയാണോ നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നത്? അതേ സുഹൃത്തെ, നിലവറിലേക്ക് തന്നെയാണ് പോകാൻ പോകുന്നത്. അങ്ങനെ പറഞ്ഞ ലീ യുവാൻ ആ ഭടനോട് പറഞ്ഞു, ഞങ്ങൾ രണ്ടുപേരും കൂടി അല്ല പോകുന്നത്, മാർക്ക് മാത്രമാണ്. അത് കേട്ടതും ആ ഭടൻ മാർക്കിനെ ഒന്ന് സൂക്ഷ്മമായി സ്കാൻ ചെയ്തു. ശരിക്കും ഒരു ചെറുപ്പക്കാരൻ മരിക്കാൻ തയ്യാറായി രംഗത്ത് വരുമ്പോൾ എന്തുകൊണ്ട് അങ്ങനെ തീരുമാനം എടുക്കുന്നു എന്നൊക്കെ പലപ്പോഴും ആ സോൾജിയർ അത്ഭുതത്തോടെ ആലോചിച്ചിട്ടുണ്ട്. ഇത് തികഞ്ഞ ആത്മഹത്യയാണ്. അകത്തേക്ക് പോയാൽ മടങ്ങി വരാനേ കഴിയില്ല. അക്കാര്യം ആ ഭടന് 100% ഉറപ്പുള്ള കാര്യമാണ്. അയാൾ അവിടെ ആ സെക്യൂരിറ്റി ചുമതല ഏറ്റെടുത്തതിന് ശേഷം തന്നെ എത്രയോ ആളുകൾ മരിച്ചിരിക്കുന്നു. അങ്ങനെ ആലോചിച്ച ആ ഭടൻ മാർക്കുമായി ആ നിലവറയുടെ നേരെ നടന്നു തുടങ്ങി. കുറെ ദൂരം അവർക്കൊപ്പം നടന്ന ലീ യുവാൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഇനി ഞാൻ വരുന്നില്ല. ലീ യുവാനോട് യാത്ര പറഞ്ഞിട്ട് മാർക്ക് ആ ഭടനൊപ്പം നിലവറ വാതിലിൽ നിന്ന് നേരെ നടന്നു. നിലവറ വാതിലിലേക്ക് കടക്കുന്ന ആ ഗേറ്റിന്റെ ഭാഗത്തെത്തിയതും ഭടൻ മാർക്കിനോട് പറഞ്ഞു, ഏയ് മാർക്ക് ഫെല്ലർ, ഇവിടെ ഈ വാതിൽ തുറന്നു തരുന്നതോടുകൂടി എൻ്റെ ജോലി അവസാനിക്കും. മുന്നോട്ട് പോകേണ്ടത് മാർക്ക്, നീ ഒറ്റയ്ക്കാണ്. ബെസ്റ്റ് ഓഫ് ലക്ക്. കൂടുതലൊന്നും സംസാരിക്കാൻ നിൽക്കാതെ ആ ഭടൻ ആ നിലവറയിലേക്ക് നയിക്കുന്ന കോറിഡോറിൻ്റെ മുന്നിലുള്ള ആ വാതിൽ അങ്ങ് തുറന്നു. മാർക്ക് ആ വാതിൽ വഴി അകത്തേക്ക് കടന്നു. മാർക്ക് അകത്തേക്ക് കടന്നതും ആ സോൾജിയർ ആ വാതിലങ്ങ് അടച്ചു. മാർക്ക് ആ കോറിഡോറിലൂടെ പതുക്കെ നടക്കുകയാണ്. ആ കോറിഡോറിലൂടെ മുന്നോട്ട് നടക്കുമ്പോൾ അവിടെ ഒരു റെക്കോർഡ് മാർക്ക് പ്രദർശിപ്പിച്ചിരിക്കുന്നത് കണ്ടു. ആ നിലവറയിലേക്ക് എത്തിയതിനു ശേഷം മടങ്ങിപ്പോകാൻ കഴിയാത്ത ആളുകളുടെ പേര് വിവരങ്ങളാണ് അവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഏകദേശം 100ഓളം ആളുകളുടെ ലിസ്റ്റ് അവിടെയുണ്ട്. തനിക്ക് മുമ്പ് എത്തിയ 100ഓളം ആളുകൾ ആ നിലവറയിൽ കൊല്ലപ്പെട്ടു എന്നതിൻ്റെ വ്യക്തമായ തെളിവുകൾ അവിടെ പ്രദർശിപ്പിച്ചിരിക്കുകയാണ്. ആ നിലവറയിലേക്കാണ് താനിതാ കടന്നിരിക്കുന്നത്. കഥയുടെ ഈ ഭാഗം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത ഭാഗവുമായി അടുത്ത ദിവസം വീണ്ടും കാണാം. ഇതുവരെ മാർക്ക് ഫെല്ലറുടെ കഥ നിങ്ങളോട് പറഞ്ഞത് എം ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമന്റിൽ ചെയ്യുക. താങ്ക് യു.